بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: يا معاذ، إن المؤمن لدى الحق أسير. يا معاذ، إن المؤمن لا يسكن روعه ولا يأمن اضطرابه حتى يخلف جسر جهنم خلف ظهره. يا معاذ، إن المؤمن قيده القرآن عن كثير من شهواته وأن يهلك فيها هو بإذن الله عز وجل. فالقرآن دليله، والخوف محجته، والشوق مطيته، والصلاة كفه، والصوم جنته، والصدقة فكاكه، والصدق أميره، والحياء وزيره، وربه عز وجل من وراء ذلك كله بالمرصاد. صدق شفيعنا رسول الله صلى الله عليه وسلم: يا رحمة الله إني خائف وجيل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني. ബഹുനിരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിലെ 5 ആയത്തുകളാണ് ഇന്നലെ നാം ചെറിയ രൂപത്തിൽ വിശദീകരിച്ചത്. ആ 5 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 സത്യങ്ങൾ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സത്യം ചെയ്തതിന് ശേഷമുള്ള വളരെ കനപ്പെട്ട ഒരു വിഷയമാണ്. 5
യാഥാർത്ഥ്യങ്ങൾ സത്യം ചെയ്തു ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, മുസ്ലിം എന്നല്ല ഒരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയാത്ത 5 സത്യങ്ങൾ. ആ 5 സത്യങ്ങൾക്ക് ശേഷം പൂർവകാലത്ത് ജീവിച്ച ശക്തരും സ്വാധീനമുള്ളവരുമായ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിലനിൽപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒതുക്കാൻ ഇനി ലോകത്ത് ആരുമില്ലെന്ന് ഗീർവാണം മുഴക്കിയിരുന്ന അതിശക്തിയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകിയ പതനവും, ആ പതനം പഠിപ്പിച്ച ശേഷം ഒരു വാണിംഗ് നമ്മോടെല്ലാവരോടുമായി സൂറത്തുൽ ഫജ്ർ നൽകുന്നുണ്ട്. ഇത് ആ വാണിംഗ് തന്നെ ഒരു ദിവസം വിശദീകരിക്കാൻ മാത്രം അതിന്റെ വിവക്ഷകൾ ഉണ്ടെങ്കിലും ആ താക്കീത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് വേണം. ആരുടെയും നിർദ്ദേശം ഒരു പക്ഷേ മനുഷ്യൻ കേട്ടില്ലെന്ന് വരാം. അത് മനുഷ്യന്റെ ഒരു കൂടപ്പിറപ്പായ സ്വഭാവം കൂടിയാണ്. ഏത് നന്മ പറഞ്ഞാലും അതിനെ ഒന്ന് പ്രതികരിക്കുക എന്നത് വക്കാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവമാണ്. ആര് ഒരു നന്മ പറഞ്ഞാലും ഒരു പക്ഷേ അതിനെ എതിർക്കും, പിന്നീട് സമ്മതിച്ചാലും ആദ്യം ഒന്ന് എതിർക്കും. വാളിന്റെ മജ്‌ലിസിൽ നിങ്ങൾ വരുന്നു, ആ ചോദ്യകർത്താവ് ചോദിക്കുന്ന ഉത്തരം പറയേണ്ട ആൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളാണെങ്കിലും ഒരു പക്ഷേ പറയും, എന്ത് വാളിന്റെ മജ്‌ലിസ്, ഞാൻ എന്തിനു വരാനാ, അവിടെ വന്നിട്ടെന്താ. ഇത് ചോദിച്ച ആള് തന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തും. പിന്നെന്തിനായി ചോദിച്ചത്? അതങ്ങനെ എന്തിനു വിളിച്ചാലും അങ്ങനെ ഒരു സ്വഭാവം മനുഷ്യനുണ്ടാവും. അങ്ങനെയുള്ള ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഒരു നിർദ്ദേശം അല്ലാഹു നൽകുകയാണ്. ആ നിർദ്ദേശം അനുസരിക്കുക നമ്മുടെ ജീവിതത്തിൽ എളുപ്പമല്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അത് പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ചവനാണോ, എന്നാൽ അവന്റെ ചലന നിശ്ചലനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്, സ്വാധീനമുണ്ട് സമൂഹത്തിൽ. ഇന്നലെ സത്യം ചെയ്ത് പറഞ്ഞത് ഒന്ന് ഫജ്റാണ്, പ്രഭാതം. പ്രഭാതത്തെ സത്യം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ആദ്യത്തെ വിവക്ഷ പുനർജീവിതത്തിന്റെ ഒരു മോഡലാണ് അള്ളാഹു ഓരോ വെളുപ്പിനും നമുക്ക് തരുന്നത്. പ്രഭാത സത്യം കഴിഞ്ഞ ശേഷം അള്ളാഹു പിന്നെ പറഞ്ഞത് പുണ്യരാവുകളെയാണ്. വലയാലിൻ അശ്റു, മഹത്വമേറിയ 10 രാവുകൾ എന്ന് അർത്ഥം കുറിക്കപ്പെടുന്ന ആ 10 രാവുകളെ മുഴുവനും സത്യം ചെയ്തു. വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലും അള്ളാഹുവിന്റെ കണക്കുകളിലും അള്ളാഹുവിന്റെ അടയാളങ്ങളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലും അള്ളാഹുവും അള്ളാഹു അല്ലാത്തവരും തമ്മിൽ എല്ലാം നോക്കിയിട്ട് ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. 4ആയി അഞ്ചാമത്തത് വല്ലൈലി ഇദാ യസ്ർ, പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന, അനുദിനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാവ്. ആരും അറിയാത്തതല്ലല്ലോ, എല്ലാവരും ഉണ്ടെന്ന് സമ്മതിക്കുമല്ലോ. ഇതൊക്കെ സത്യം ചെയ്ത് അല്ലാഹു പറയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ഓ നബിയെ തങ്ങൾ കണ്ടിട്ടില്ലയോ? കാണാൻ അന്ന് നബി തങ്ങളില്ല. പിന്നെ ആ ചോദ്യത്തിന്റെ അർത്ഥം അലം തറ, തങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്നാണ്. കാണും പോലെയുള്ള അറിവ് ആ വിഷയത്തെ പറ്റി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാഹു അലം തറ പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടില്ല. പക്ഷേ ആ വിവരം ഒന്നും ചോരാതെ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആനയുടെ ആളുകളെ, ആനയുമായി വന്ന ആളുകളെ നിങ്ങളുടെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. കാണും പോലെയുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അങ്ങനെ ചോദിച്ചതാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, നിങ്ങളുടെ രക്ഷിതാവ് നാഥൻ ആദ് സമൂഹത്തെ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു? വലിയ ഒരു ഗോത്രമായ ആദ് ഗോത്രം, ഇറമദാത്തിൽ ഇമാദ്,
ആദെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇറം ഗോത്രക്കാര്, അല്ലെങ്കിൽ ഇറം പ്രദേശത്ത് ജീവിച്ചവർ. ദാത്തിൽ ഇമാദ്, ഒന്നുകിൽ തൂണുകളെ പോലെ വലിയ വലുപ്പമുള്ളവരായ, അല്ലെങ്കിൽ വലിയ കമാനങ്ങളും തൂണുകളും ഞൊടിയുടെ കൊണ്ട് നിർമ്മിക്കുന്നവരായ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്നത്തെ JCBയെ വെല്ലും തരത്തിൽ, ഇന്നത്തെ മുഴുവൻ ഹൈടെക് സംവിധാനങ്ങളെയും വെല്ലും തരത്തിൽ പെട്ടെന്ന് 400 മുഴവും 600 മുഴവുമുള്ള കമാനങ്ങളും തൂണുകളും മിനാരങ്ങളും നിർമ്മിക്കാൻ കഴിവുള്ളവരായ അതിശക്തന്മാരായ ആളുകളാണ്. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അവർ നിർമ്മാണം നടത്തിയ നാടുകളെ പോലെ തുല്യമായി മറ്റു നാടുകൾ പടക്കപ്പെട്ടിട്ടില്ല. ഇനി 110 നിലയുള്ള ഒരു സ്ഥാപനം ലോകത്തെവിടെ വന്നാലും, 100 നിലയുള്ള ബുർജ് ഖലീഫ വന്നാലും, തത്തുല്യമായ ഏത് വന്നാലും അള്ളാഹുവിന്റെ വചനം ശ്രദ്ധിക്കണം. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അതിനോട് സമാനമാകുന്ന ഒരു കമാനമോ ഒരു നാടോ ഒരു നിർമ്മാണമോ പിന്നീട് പടക്കപ്പെട്ടിട്ടില്ല, രാജ്യത്ത് എവിടെയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ്. അവരെ അള്ളാഹു എന്തു ചെയ്തു? അവരത്ര ശക്തി നിങ്ങൾക്കില്ലല്ലോ. അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. നാടുകളിൽ എവിടെയും അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ കാണാൻ കഴിയില്ല, അത്തരത്തിലുള്ള നാടുകൾ, സിറ്റികൾ കാണാൻ കഴിയില്ല. തുല്യമായ ഒന്ന് പടക്കപ്പെട്ടിട്ടില്ല. അത്രത്തോളം വലുപ്പമുള്ളതാണ് ഇവർ സൃഷ്ടിച്ചത്, അവർ നിർമ്മാണങ്ങൾ നടത്തിയുണ്ടാക്കിയത്. എന്നിട്ട് നിങ്ങളുടെ രക്ഷിതാവ് ആദ് സമൂഹത്തെ എന്ത് ചെയ്തു? പിന്നെ അള്ളാഹു ചോദിക്കുന്നത് അടുത്തൊരു കൂട്ടര്, വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്. സമൂദ് ഗോത്രത്തെ നിങ്ങളുടെ രക്ഷിതാവ് എന്ത് ചെയ്തു? എങ്ങനെ ചെയ്തു? തങ്ങൾ അറിഞ്ഞിട്ടില്ലേ? കണ്ടിട്ടില്ലേ? എന്താണ് അവരുടെ ശക്തി? അല്ലദീന ജാബുസ്സഖ്ർ, പർവ്വതങ്ങളെ സ്വന്തം കൈകളെ കൊണ്ട് തുരക്കാനുള്ള ശക്തിയുള്ളവരാണ്. പാറകളെ അവർ തുരക്കും. നമ്മൾ ഈ സമീപത്തല്ലേ കൊങ്കണൊക്കെ കണ്ടത്? വലിയ വലിയ പാറകളെ തുറന്ന് ആദ്യമായി സ്ഫടിക സമാനമായ കല്ലുകൾ ലോകത്ത് പുറത്തെടുത്തത് സമൂദ് ഗോത്രക്കാരാണ്. ബിൽവാദ്, വാദി ഖുറ എന്ന് പറയുന്ന ദേശത്ത് പാറകളെ തുറന്ന് വീടുണ്ടാക്കിയവരാണവർ. ഒരു പാറ തന്നെ, ആ പാറയിൽ തന്നെ ചുമരുണ്ട്, മേൽക്കൂരയുണ്ട്, ഡൈനിങ് ഹാളുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്. ഒറ്റ പാറയുടെ ഉൾഭാഗത്ത് തന്നെ വിവിധ റൂമുകളാണ്. അത്രയും ശക്തിയുള്ള സമൂദ് ഗോത്രം, അവരെ രക്ഷിതാവ് എന്ത് ചെയ്തു? വലിയ അധികാരസ്ഥനായിരുന്നില്ലേ? മൃഗീയമായ രൂപത്തിൽ ശിക്ഷിക്കാൻ കഴിവും സ്വാധീനവുമുള്ള ഫിർഔൻ. എന്നതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം ആണിക്കാരൻ ഫറോവാണ്. ആണിക്കാരൻ, ആണി കൊണ്ടായിരുന്നു കൂടുതലും ശിക്ഷ നടത്തിയിരുന്നു. ആണി കൊണ്ട് തന്നെ വിവിധ രൂപത്തിലായിരുന്നു ശിക്ഷ. പച്ചയിറച്ചിയിലേക്ക് ആണി അടിച്ച് തറക്കുക, എന്നിട്ട് ആ ആണി അപ്പുറത്തുള്ള പലകയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന രൂപത്തിൽ കൊളത്തിയിടുക. അതിന്റെ പഴുതിലൂടെ രക്തം ചാലിട്ട് ഒഴുകിയിട്ട് അങ്ങനെ അങ്ങ് തീ തുപ്പുന്ന വേദനയിൽ കടന്നങ്ങ് നശിക്കട്ടെ. ആണികളെ കൊണ്ട് വിവിധ രൂപത്തിലുള്ള ശിക്ഷ നടത്തിയ ഫിർഔൻ, അള്ളാഹു എന്ത് ചെയ്തു അവനെ? ഈ 3 വിഭാഗം ആളുകളെ പോലെ ശക്തിയുള്ളവരിനി വരാനില്ല. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, വിശദീകരണത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവര് നാടുകളിൽ അതിക്രമം ചെയ്തു, പരിധി വിട്ട് കടന്നു. ഫഅക്സറൂ ഫീഹൽ ഫസാദ്, റബ്ബ് വെറുതെ നശിപ്പിച്ചതല്ല, അള്ളാഹുവിന്റെ രാജ്യങ്ങളിൽ ഈ നാട് റബ്ബിന്റെതാണ്.
റബ്ബിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ രാജ്യങ്ങളിൽ നാടുകളിൽ അവര് അതിക്രമം അധികരിപ്പിച്ചു, ദുർമാർഗം അധികരിപ്പിച്ചു. അതുപോലെ തന്നെ കൊലപാതകങ്ങളും ചൂഷണങ്ങളും വർദ്ധിപ്പിച്ചു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, റബ്ബ് അവർക്ക് മേൽ ചൊരിഞ്ഞു കൊടുത്തു സൗത അദാബ്, നിലക്കാത്ത ശിക്ഷയെ അല്ലാഹു അവരുടെ മേൽ ചൊരിഞ്ഞു കൊടുത്തു. ഇന്നും അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ശിക്ഷ നിലച്ചിട്ടില്ല. ഇത് അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തി തരുകയാണ്. നിങ്ങൾ എത്ര വലിയ ഊക്കുള്ളവരാണെങ്കിലും അവരടുത്തേക്ക് എത്തൂല, അവരുടെ അവസ്ഥയിലേക്ക് നിങ്ങളാരും ഉയർന്നിട്ടില്ല. അത്തരം ഉയർന്ന ആളുകളെ ശിക്ഷിക്കാൻ കഴിവുള്ള റബ്ബിന് നിങ്ങളെ ശിക്ഷിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ആദ് ഗോത്രത്തെ നിങ്ങളുടെ രക്ഷിതാവ് എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ നബിയേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിവരം മുത്തവാത്തിറായിട്ട് പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ്. ചരിത്രം, ആദ് ഗോത്രത്തിന്റെ ചരിത്രം, സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം പരമ്പരയായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. നമ്മളെ നാട്ടിലെ ആളുകൾ ബ്രിട്ടീഷുകാരുടെ ചരിത്രം പറയുമ്പോൾ അവരെ കണ്ടവരിന്ന് അപൂർവമാണ്, അനുഭവിച്ചൊരു അപൂർവമാണ്. പക്ഷേ അവരിൽ നിന്ന് അന്ന് അനുഭവിച്ച അനുഭവങ്ങൾ ഇന്നും പറയാം. അവരുടെ ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ വിഷയങ്ങൾ, പുരോഗതികൾ, അധോഗതികൾ ഒക്കെ പറയാം. ഇന്ന് ആളുകൾക്ക് കഴിയുന്നത് എങ്ങനെ? എല്ലാവരും അവരെ കണ്ടിട്ടല്ല, അവരുടെ ആ വിവരങ്ങൾ അങ്ങനെ മുറിയാതെ വന്നുപോയി. അത് അടുത്ത തലമുറയെ കൈമാറും. ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, എന്നായിരുന്നു അത്? എന്നിട്ട് അവരിൽ നിന്ന് മോചനം കിട്ടിയത്? എത്ര കാലം നാട്ടുകാരിങ്ങനെ പ്രയാസപ്പെട്ടു. ആ വിഷയത്തിൽ എത്ര ഭാഗങ്ങളിൽ ശുഹദാക്കളുണ്ടായി, എത്ര ആളുകൾ ഷഹീദായി, ആരെല്ലാം അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു. ഇങ്ങനെയുള്ള പാഠങ്ങൾ, അങ്ങനെയുള്ള ആ വിഷയങ്ങൾ കൈമാറി വരുന്നത് പോലെ കുറെ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് ആദ് സമൂഹം. ആദ് സമൂഹത്തിന്റെ കഥ പറയുമ്പോ ആദ് എന്നത് ഒരു ഉപ്പാപ്പയുടെ പേരാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ പുത്രൻ സാമു എന്ന മകനിലേക്കാണ് ഇവർ ചേരുന്നത്. സാമിന്റെ മകൻ ഇറം, ഇറമിന്റെ മകൻ ഔസ്, ഔസിന്റെ മകൻ ആദ്. അപ്പൊ സാമിന്റെ പുത്രനിൽ നിന്ന് വന്ന മൂന്നാമത്തെ തലമുറ അവരാണ് ആദ് ഗോത്രം. അവർ കുറച്ചൊന്നല്ല, ഒരുപാട് ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ അവരുടെ ചരിത്രങ്ങൾ അല്ലാഹു തആല വിശദീകരിച്ചപ്പോഴൊക്കെ ഉപ്പാപ്പയായ ആദിലേക്ക് ചേർത്തിയിട്ടാണ് അവരെ കുടുംബത്തെ അല്ലാഹു പരിചയപ്പെടുത്തിയത്. ഒരു വ്യക്തി, ആദ് എന്നൊരു വ്യക്തിയുണ്ട്, അയാളിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത്. ഹാഷിം കുടുംബം, മുത്തലിബ് കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഹാഷിം എന്നതൊരു ഉപ്പാപ്പയുടെ പേരാണ്, ഒരു ഗോത്രത്തിന്റെ പേരല്ല. മുത്തലിബ് എന്നതും ഒരു ഉപ്പാപ്പയുടെ പേരാണ്, ഒരു ഗോത്രത്തിന്റെ പേരല്ല. പക്ഷെ അങ്ങനെയാണ് അറിയപ്പെട്ടത് ആ ഗോത്രം മൊത്തം. ഇതേ രൂപത്തിൽ ആദ് ഗോത്രത്തിലേക്ക് ചേർത്തിയിട്ടാണ് ആ കുടുംബത്തെ മൊത്തം അറിയപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മൾ അവരുടെ ചരിത്രത്തിൽ നിന്ന് കാര്യമായും പാഠം ഉൾക്കൊള്ളേണ്ട ഒരുപാട് വിഷയമുണ്ട്. ആദ് ഗോത്രക്കാരെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന്റെ പിന്നിൽ നബിയെ അവരൊന്നും എവിടെയും കാണാനില്ല. അവരൊക്കെ അല്ലാഹു ശിക്ഷിച്ചെങ്കിൽ ദുർബലരായ വിഭാഗമാണ് അങ്ങയുടെ ഉമ്മത്ത്. ആ ഉമ്മത്തിലെ സത്യനിഷേധികളെ ശിക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പണിയില്ല. ആദ് ഗോത്രക്കാരെ ശിക്ഷിച്ച റബ്ബിന് അതിനുശേഷം വന്ന ആളുകൾക്കൊന്നും അത്ര വലുപ്പല്ല, ഹൈറ്റും ഇല്ല, വെയിറ്റും ഇല്ല, കെൽപ്പുമില്ല. അവരെ ശിക്ഷിച്ച, അവരെ പാഠം പഠിപ്പിച്ച അല്ലാഹുവിന് പിന്നെ വന്നവരെ ശിക്ഷിക്കാൻ ഒരു പണിയുമില്ല. അതുകൊണ്ടാണ് ആ അലം തറ കൈഫ ഫഅല റബ്ബുക വിശദീകരിച്ചിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പറഞ്ഞത്. ഫസയുഅദ്ദിബു കുഫാറ ഖൗമിക അയ്ളൻ,
ലിസ്തിറാകിഹിം ഫീമാ യൂജിബുഹു മിനൽ കുഫ്രി വൽ മആസി. അങ്ങയുടെ സമുദായത്തിലെ സത്യനിഷേധികളെയും അല്ലാഹു ശിക്ഷിക്കും. ഇവരെ അല്ലാഹു ശിക്ഷിച്ചതുപോലെ അവരെയും ശിക്ഷിക്കും. ആദ് സമൂദ് രണ്ട് ഗോത്രവും അറബികൾ അവരുടെ ചരിത്രം കൈമാറി വരാറുണ്ട്. അറേബ്യ എന്ന് പറഞ്ഞ നാടിന്റെ അതിർത്തിയിലാണ് ഈ രണ്ട് സമൂഹം. ഫിരൗൻ അങ്ങനല്ല, അത് അറേബ്യന്റെ പുറത്താണ്. പിന്നെ ഫിരൗന്റെ വിഷയം എങ്ങനെ കിട്ടിയത്? ഫിരൗന്റെ വിഷയം അറബികൾ പല നാടുകളിലേക്കും നേരത്തെ തന്നെ വ്യാപാര ബന്ധമുള്ളവരാണ്. അപ്പൊ ആ കൂട്ടത്തിൽ അവർ മിസ്റിലേക്ക് ഒരുപാട് പോകാറുണ്ട് അറബികൾ. അപ്പൊ ഫിർഔനിന്റെ ചരിത്രം അവരുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയ ആ ചരിത്രം അഹ്ലി കിതാബാണത് കൂടുതൽ കൈമാറിയത്, അഥവാ ഇഞ്ചീലിന്റെയും തൗറാത്തിന്റെയും ആളുകൾ. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ മുഹറം 10 അന്ന് ഒരിക്കൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, നമ്മൾ മാത്രമൊന്നല്ല മുഹറം 10 നോക്കുന്നവര്, ദാ യഹൂദികളും മുഹറം 10 നോമ്പ് നോൽക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു, മുഹറം 10 നോമ്പ് നിങ്ങൾക്ക് എന്താ ആ നോമ്പിൽ കഥ? അവര് പറഞ്ഞു, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷിക്കുകയും ഫിർഔനിനെ അല്ലാഹു ശിക്ഷിച്ച് നശിപ്പിക്കുകയും ചെയ്തത് മുഹറം 10 അപ്പൊ അതിൽ നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. അങ്ങനെയാ ആ മൂസാ നബിയോട് നിങ്ങളെക്കാൾ വലിയ കണക്ഷൻ ഞങ്ങൾക്കാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാമിന്റെ തൗറാത്ത് നിങ്ങൾ തിരുത്തിയിട്ടുണ്ട്, ഞാനത് തിരുത്തിയിട്ടില്ല. ഞാൻ വന്നത് മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാ, എന്റെ മുന്നിൽ വന്ന തൗറാത്തിൽ പറഞ്ഞ വിഷയങ്ങൾ അംഗീകരിച്ച് പഠിപ്പിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളോ, നിങ്ങൾ തൗറാത്തിൽ തിരുത്തിയിട്ടുണ്ട്. അവർ തിരുത്തിയ ഒരു ഉദാഹരണമാണ്, ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് വ്യഭിചാരം ചെയ്തു, വിവാഹിതനാണ്. അപ്പൊ തൗറാത്തിലും അതിന്റെ ഹുക്മ് എറിഞ്ഞു കൊല്ലണം തന്നെ. അപ്പൊ ജൂതന്മാര് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ പ്രതിയെ വിളിച്ചു ചോദ്യം ചെയ്തു, കുറ്റം സ്ഥിരപ്പെട്ട ശിക്ഷ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തൗറാത്തിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു നിയമം കണ്ടിട്ടില്ല, അതുകൊണ്ട് എറിയാൻ പറ്റില്ല, വേറെ ശിക്ഷ കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗറാത്തിലുണ്ടല്ലോ. ആരെ തൗറാത്തില്ല എന്ന് പറഞ്ഞു? തൗറാത്തിലുണ്ടല്ലോ. ഏയ് തൗറാത്തിലില്ല, തൗറാത്ത് ഞങ്ങൾ ഓതിയല്ലേ അവര് ജൂതന്മാര്, തൗറാത്ത് കൊണ്ടുവരൂ. അപ്പോൾ തൗറാത്തിൽ നല്ല പാഠവമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച, നേരത്തെ തൗറാത്തിലും ഇഞ്ചീലിലും നല്ല കഴിവുള്ള ഒരു പ്രഗൽഭനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നബി തങ്ങളെ സവിധത്തിലുണ്ട്. തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. തൗറാത്തിൽ സിനയെ പറ്റി പറയുന്ന ഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു എന്നറിയോ? എറിഞ്ഞു കൊല്ലണം എന്ന നിയമം പറയുന്നിടത്ത് കൈവച്ച് അപ്പുറവും ഇപ്പുറവും വായിച്ചു. അങ്ങനെ നമ്മളെ നാട്ടിലുണ്ടല്ലോ ഒരു കൂട്ടർ അപ്പുറം ഇപ്പുറം മാത്രം വായിക്കും, അപ്പുറവും ഇപ്പുറവും വായിച്ചു, രണ്ട് ഭാഗം വായിച്ചു, നടുവിൽ അവിടെ കൈവച്ചപ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആ കൈ അമർത്തി വെച്ചിടത്തുള്ളത് മുഴുവനായി കാണാതെ വായിച്ചു കൊടുത്തു. കാരണം നേരത്തെ നല്ല പരിചയമുള്ള എല്ലാ കഴിവുള്ള ആളാണ്. അപ്പൊ അവർ അമ്പേ പരാജയപ്പെട്ടു. ആ കൈവച്ചതിന്റെ അടിയിലുള്ള വാചകങ്ങൾ മഹാനവറുകൾ വായിച്ചു. അതിൽ എറിഞ്ഞു കൊല്ലണമെന്ന തത്വം ഉണ്ട്. ആ ശിക്ഷ നബിതങ്ങൾ വിധിച്ചു, അത് നടപ്പിലാക്കി. അതാ ജൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾ തൗറാത്ത് തിരുത്തിയവരാണ്, തൗറാത്ത് പലതും മൂടിച്ചവരാണ്, തൗറാത്തിൽ നബിതങ്ങളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞിരുന്നു. തൗറാത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞത് എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തപ്പോ അവരെ മുണ്ടാട്ടം നടിച്ചു. അവരാ പറഞ്ഞത് മിണ്ടാതായി, നമ്മളൊന്നും പറയണ്ടെന്ന്. കാരണം അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വിശ്വസിച്ചത് ജൂതന്മാർക്ക് വലിയ അടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ കാണാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ തങ്ങളോട് സംസാരിച്ചു, ഷഹാദത്ത് കലിമ ചൊല്ലി സ്വീകരിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഇവിടെയുള്ള ജൂതന്മാർക്ക് പ്രിയപ്പെട്ട നേതാവാണ്,
ഞാൻ തങ്ങളെ കൂട്ടത്തിലേക്ക് തങ്ങളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഒരു വിശ്വസിക്കൂല. അവര് തങ്ങളടുത്ത് വന്നാൽ ചോദിച്ചാൽ അത് അറിയും. ഇത് സംസാരിച്ച് മഹാനവറുകൾ ഉള്ളിലെ റൂമിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പുറത്ത് കാലച്ചകൾ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങിയേക്കും ഒരു പറ്റം ജൂതന്മാര് വന്നിട്ടുണ്ട്. മഹാനവറുകൾ ഉള്ളിൽ അവിടെ നിന്നു. തങ്ങൾ ചോദിച്ചു നോക്കണം എന്നെ പറ്റി എങ്ങനെ ഉണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു, പുറത്തു വന്ന ആൾക്കാരോട്, മാ തഖൂലൂന അൻ അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ ഫീകും, അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ വന്ന ആളുകൾ പറഞ്ഞു, ഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളിൽ നല്ല ആളാണ്, നല്ല വാപ്പാന്റെ മോന, വാപ്പി ഉഷാറാണ്, മോനും ഉഷാറാണ്. അവര് പറഞ്ഞു ഞങ്ങളിൽ നല്ല ആളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിലോ? അവര് പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അബ്ദുല്ലാഹി റളിയല്ലാഹു ഉള്ളിലുണ്ട്, വീട്ടിന്റെ അബൂ അയ്യൂബ് അൻസാരി വീട്ടിന്റെ ഉള്ളിലുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ നല്ല ആളല്ല, അപ്പൊ നിങ്ങളും വിശ്വസിക്കണല്ലോ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആള് വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾ വിശ്വസിക്കണ്ടേ? അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതല്ല, അങ്ങനെ ഉണ്ടാവില്ല. മഹാനവറുകൾ പുറത്തു പറഞ്ഞു, പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചപ്പോ അതേ നാവ് കൊണ്ട് അവർ പറഞ്ഞു, അന്ത ശർറുനാ വബ്നു ശർരിനാ, നീ ഞങ്ങളിൽ ഏറ്റവും നീചനാണ്. ഖൈറാന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് സമയം കൂടുതൽ കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു, നീ ഞങ്ങളിൽ ദുഷ്ടനാണ്, നിന്റെ ബാപ്പയും ദുഷ്ടനാണ്. ഇത് അവരുടെ ഒരു കളിയാണ് ജൂതന്മാരുടെ. ഇങ്ങനെ തൗറാത്തിലുള്ളത് പലതും പിടികൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൗറാത്തും മൂസാ നബിയായിട്ട് നിങ്ങൾക്കല്ല ബന്ധം, എനിക്കാ ബന്ധം. അതുകൊണ്ട് നിങ്ങൾ ആ നോമ്പ് നോൽക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് അർഹത വേണമെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. മുഹറം 10 നോമ്പ് അവർ നോറ്റിരുന്നു. അതിനവർ കാരണം പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയിരുന്നു. അങ്ങനെ പറയുന്ന ജൂതന്മാര്, അതുപോലെ തന്നെ ഇഞ്ചീലിന്റെ ആളുകളൊക്കെ ഫിർഔനിന്റെ ചരിത്രം പറയാറുണ്ട്. ഫിർഔൻ അള്ളാഹു ശിക്ഷിച്ചതും ഫിർഔന് കാണിച്ചു കൂട്ടിയ ക്രൂരതകളും അവന്റെ നരനായാട്ടും അവന്റെ നരഭോജിതാവസ്ഥയും ഒക്കെ അവർ വിശദീകരിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് കുരുന്നുകളെ നിർദാക്ഷിണ്യം കൊന്നതടക്കം അവര് പറയാറ്. അപ്പൊ ഇത് മൂന്നുമാണ് അല്ലാഹു തആല നമ്മെ സൂചിപ്പിച്ച് പഠിപ്പിക്കുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ചരിത്രം പറയുന്നത് തീരെ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഒരു വലിയ താക്കീതും വിശ്വസിച്ച മുഅ്മിനീങ്ങൾ ഈമാനിൽ ഉറച്ചു നിൽക്കാനും കൂടിയാണ് അല്ലാഹു ഇത് പഠിപ്പിക്കുന്നത്. ആദ് ഗോത്രത്തെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയുമോ? ഇറമദാത്തിൽ ഇമാദ്, അഥവാ ഇറം എന്ന് പറയുന്ന പിതാവിന്റെ പേരക്കുട്ടികൾ. ആദ് എന്നതിനെ ഒന്നുകൂടി പരിചയപ്പെടുത്തി തന്നതാണ്. ഇറം എന്ന് പറയുന്നത് ആദിന്റെ വിശദീകരണമാണ്, അല്ലെങ്കിൽ അവരുടെ നാടിന്റെ പേരാണ് എന്നും അഭിപ്രായമുണ്ട്. ദാത്തിൽ ഇമാദ്, തൂണുപോലെ നല്ല നീളമുള്ളവരാണ് ഇവർ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്, ആദ് ഗോത്രക്കാരുടെ നീളം 400 മുഴമാണ്. നമ്മുടെ നാട്ടിൽ തേങ്ങ പറിക്കാനൊക്കെ നല്ല പണിക്കൂക്ക് ഒരാളെ വിളിക്കണ്ട, തേങ്ങ ഒറ്റൊന്നും ഉണ്ടാവൂല അവരുണ്ടെങ്കിൽ. യേജൂജ് മാജൂജ് വരുമ്പോ ഇവിടുത്തെ തേങ്ങ ഉണ്ടാക്കാൻ, യേജൂജ് മാജൂജ് വരുമ്പോ തേങ്ങൊക്കെ വേഗം പോകും. തേങ്ങ ഒന്നും നോക്കാറുണ്ട്, മൊച്ചിക്കാനുണ്ടാവും. വെള്ളം വരെ വറ്റിപ്പോയാ പിന്നെന്ത് തേങ്ങ. യേജൂജ് മാജൂജിൽ ആദ്യ ടീം വരുമ്പോ പിന്നാലുള്ളവര് പറയും, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, കാരണം കുറെ നനവ് കാണുന്നുണ്ട് അടിയിൽ, നടന്നു നോക്കിയിട്ടേ. അപ്പൊ മുന്നിൽ വന്നവര് കുടിച്ചു തീർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർക്ക് എന്താണ്? ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അത്രയും അധികം സമൂഹം ഉണ്ടോ? അത്രയും അധികം സമൂഹം ഉണ്ടവര്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബനു ആദമ ഉശ്റുഹും, യജൂജ് മൗജൂജും മനുഷ്യന്മാര് ബാക്കിയുള്ളവർ മൊത്തം കൂട്ടിയാൽ മനുഷ്യന്മാർ അവരിലെ 10ൽ 1 ഉള്ളൂ. അപ്പൊ എത്ര ഉണ്ട് യജൂജ് മൗജൂജ്? യജൂജ് മൗജൂജിൽ ഒരാണ് പെണ്ണ് മരിക്കണമെങ്കിൽ അതിന്റെ ഖദർ എത്രയെന്ന് അറിയോ? ഒരാൾക്ക് 1000 കുട്ടികൾ ഉണ്ടാകണം.
ഒരാണ് പെണ്ണ് മരിക്കണമെങ്കിൽ 1000 ആള് ജനിക്കണം, എന്നാലേ ആൾ മരിക്കുള്ളൂ. 999 ആകുമ്പോ എല്ലാരും പറയാൻ എനിക്ക് ഒരു ചാൻസും കൂടി ഉള്ളൂ, ഒരു ചാൻസും കൂടി ഉള്ളൂ. 1000 ആയി കഴിഞ്ഞാൽ ആളൗട്ടാവും. അത് ഒരു വിഭാഗം എന്നല്ല, വ്യത്യസ്ത വിഭാഗങ്ങളാണ്, വ്യത്യസ്ത രൂപഭാവങ്ങളുള്ളവരാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗത്തിന് അല്ലാഹു തആല 2 ചെവി നൽകിയിട്ടുണ്ട്, 2 കാത്. ഒരു കാത് കൊണ്ട് പുതക്കും, മറ്റേ കാത് കൊണ്ട് വിരിക്കും. ചെവി വിരിച്ചിട്ട് അതന്നെ വിരിപ്പ്, ഒന്ന് പുതക്കാനും. എങ്ങനെ ഉണ്ടാവും കൂട്ടിയൊക്കെ? പടച്ചോനെ, അവര് ഭയങ്കരന്മാരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്, ജൂതന്മാരെ കെട്ടിക്കുന്ന ആളല്ലേ ഈസാ നബി അലൈഹിസ്സലാം. ജൂതന്മാർക്ക് ഏറ്റവും വലിയ പതനം നടത്തുന്ന ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ടല്ലേ? ആ ഈസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു പറയുന്നുണ്ട്, എന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗം പുറത്തേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയൂല, അതുകൊണ്ട് നിങ്ങൾ എതിർക്കാൻ പോകണ്ട. അന്ന് ഈസാ നബി അലൈഹി സ്വലാം തമ്പടിക്കുന്നത് എവിടെ? മസ്ജിദുൽ ഹറാമിലാണ്. വിശ്വാസികൾ അങ്ങോട്ട് വരെത്തൂല, മസ്ജിദുൽ മദീനയിലേക്ക് എത്തൂല, അവിടേക്കൊന്നും എത്തൂല, ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തൂല, തൂർ സീനാ പള്ളിന്റെ പരിസരത്തേക്ക് എത്തൂല. അത് വലിയ കാവല, അവിടൊക്കെ മലക്കൾ കാവല. ബാക്കി സർവ്വസ്ഥലത്തും ഈ വാണിമേലെത്തും, എല്ലായിടത്തും അവരിങ്ങനെ നടക്കല്ല ഭാഗത്തോടെ. അവരെ നിങ്ങളെ എതിർക്കണ്ട, നിങ്ങൾക്ക് അതിന് കഴിയൂല എന്ന് അല്ലാഹു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം. പിന്നെ അവരെ ശല്യം മൂക്കുമ്പോ ഈസാ നബി അലൈഹി സ്വലാം ഹറമിൽ വെച്ച് ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശരീരത്തിന്റെ പിൻഭാഗത്ത് ചെറിയ ഒരു രോഗം നൽകിയിട്ട് അവരെ വിട്ടു. അല്ലാഹു ചെറിയൊരു വൈറസ് അവരിലേക്ക് ഇട്ടു. ആ വൈറസിന്റെ പേര് അന്ന് വരാൻ മതി, ഇന്ന് വന്നിട്ടില്ല. ഒരു വൈറസ് രോഗം കൊടുക്കാൻ, ആ രോഗം കൊടുക്കലോടുകൂടി അവർ നശിക്കാൻ, വംശനാശം സംഭവിക്കാൻ. എന്നിട്ട് അവരാ വീണ് പോയത് വൃത്തിയാക്കാൻ അല്ലാഹു പ്രത്യേക തരം പക്ഷികൾ ഇറക്കാൻ, അതൊക്കെ കൂടി തിന്നുകയുണ്ട്. പിന്നെ അല്ലാഹു തആല മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ബാക്കി ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് മറക്കാൻ, എന്നിട്ടേ ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങും. എന്താണ് ആ വരുന്ന സമൂഹം? അതാണ് യഅ്ജൂജ് മഅ്ജൂജ്, യാഗോഗ് മാഗോഗ് സമൂഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ സമൂഹത്തെ പോലെ നല്ല നീളമുള്ളവരാണ് ആദ് ഗോത്രക്കാർ. സുയൂത്തി ഇമാം നിങ്ങൾ എത്ര നീളമുണ്ടെന്നാ പറഞ്ഞേ? 400 മുഴം. എത്ര മദ്രസ കൂട്ടണം മേലോട്ട്? ഈ 2 തട്ടും കൂടിയിട്ട് എത്ര മുഴ ഉണ്ടാവും? ഒരു 30 ഉണ്ടാവും. ഉണ്ടാവില്ല. പടച്ചോനെ, തന്നെ 30 ഉണ്ടാവില്ലെങ്കിൽ 400 കൂട്ടുകയാണെങ്കിൽ അത്രയും ഉയരമുള്ള ആ ഉയരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ലാത്തുൽ ഇമാദ്, വലിയ തൂണുപോലെ നീളമുള്ള സമൂഹം. നല്ല നീളമാണവർ. ആ കൂട്ടത്തിൽ അവർ താമസിച്ചിരുന്നത് ഹൈമ, വലിയ ടെന്റ് കെട്ടും, വലിയ തൂണുണ്ടാക്കും, ആ തൂണിലേക്ക് കോണിയുണ്ടാക്കും, എന്നിട്ട് മേലെ കയറി താമസിക്കും. അഥവാ ഏതെങ്കിലും ആളുകൾ അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ ഒരാള് തന്നെ 100 ആളുകൾ കൊണ്ടുവരുന്ന കല്ല് പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നൊരു ഗോത്രത്തിന്റെ മേൽക്ക് മൊത്തട്ട് നശിപ്പിച്ചും ദേഷ്യം തീർക്കും. അത്ര ഭയങ്കരന്മാരാണ് ഈ ആദി ഗോത്രക്കാര്. ഭൂമിയിൽ സ്വർഗം പണിതവർ അവരാണല്ലോ. ആദ് എന്ന് പറയുന്ന പിതാവിന് 2 മക്കളുണ്ടായിരുന്നു, ഷദീദ്, ഷദ്ദാദ്. ഷദീദും ഷദ്ദാദും ആദിന്റെ 2 മക്കളാണ്. അവര് ഭൂമി ഭരിച്ചിട്ടുണ്ട്, ബലമായി ഭരിച്ചിട്ടുണ്ട്. ഷദീദ് മരിച്ചപ്പോൾ ഷദ്ദാദ് മാത്രമായി ഭരണത്തിൽ. ഷദ്ദാദിന് മുഴുവൻ രാജാക്കന്മാരും കീഴ്പ്പെട്ടിട്ടുണ്ട്. കാരണം ഷദ്ദാദിന് കീഴ്പ്പെടാത്ത രാജാവിനെ ഉടനെ തന്നെ കൊന്നുകളയും. ഷദ്ദാദിന്റെ ഭരണത്തിന്റെ മികവായിരുന്നു. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞില്ല, ഷദ്ദാദിന്റെ റൂഹ് പിടിച്ചതാണ് വല്ലാത്തൊരു പിടുത്തം. കാരണം ഷദ്ദാദ് ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കിയാണ്. എങ്ങനെ സ്വർഗത്തെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഷദ്ദാദ് പറഞ്ഞു, അബിനി മിസ്ലഹാ. ഞാൻ തഫ്സീറാണ് വായിക്കുന്നത്, അബൂ സൂദ് റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറാണ്. അതുപോലെ ഒരു സ്വർഗം ഞാനും ഉണ്ടാക്കും. എന്നിട്ട് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈന്യങ്ങൾ അയച്ചു. മുത്തു കൊണ്ടുവരണം, രത്നം കൊണ്ടുവരണം, സ്വർണം കൊണ്ടുവരണം, വെള്ളി കൊണ്ടുവരണം.
ഖുസൂറുഹാ മിനദ്ദഹബി വൽ ഫിദ്ദ, മാളികകൾ സ്വർണത്തിന്റെയും വെള്ളിയുടേതുമാണ്. വഅസാതീനുഹാ മിനസ്സബർജദി വൽ യാഖൂത്ത്, ആ മാളികകളിലെ തൂണുകൾ അതേ പച്ചക്കോമേദം കൊണ്ടും മാണിക്യം കൊണ്ടും ഉണ്ടാക്കിയതാണ്. വിവിധ തരം പുഴകളുണ്ട്. പുഴ വിതരണമാണല്ലോ. സ്വർഗത്തില് ഹംറിന്റെ പുഴ, തേനിന്റെ പുഴ, ശുദ്ധജലത്തിന്റെ പുഴ, പാലിന്റെ പുഴ, വിവിധ പുഴയാണ്. വിവിധ മരങ്ങൾ, വിവിധ തരം പക്ഷികൾ, ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്കി എത്ര കൊല്ലം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാക്കിയതാണ് നിങ്ങൾ? 300 കൊല്ലം. എത്ര ഈ ചങ്ങായിക്ക് അല്ലാഹു ആയുസ് കൊടുത്തത്? 600 കൊല്ലം. നമുക്കൊരു 100 കൊല്ലം തന്നിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കാൻ. 600 കൊല്ലം അല്ലാഹു കൊടുത്ത ആയുസിൽ നിന്ന് 300 കൊല്ലം ചെലവഴിച്ചത് സ്വർഗം ഉണ്ടാക്കാനാ. ഭൂമിയിൽ സ്വർഗം പണിത രാജാവാണ് ആദിന്റെ പുത്രൻ ഷദ്ദാദ്. സ്വർഗം പണിതു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് കണ്ടപ്പോ ലോകത്താൽ തലവന്മാരായ രാഷ്ട്ര നേതാക്കളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. നോക്കണം, വലമ്മാ തമ്മ ബിനാഉഹാ, നിർമ്മാണം പൂർത്തിയായപ്പോൾ സ്വർഗോദ്ഘാടനത്തിന് വേണ്ടി പോവുകയാണ്. സാറ ഇലൈഹാ ബിഅഹ്ലി മംലകതിഹി, തന്റെ ഭരണത്തിലെ ആളുകളെയും കൊണ്ട് സദ്ദാദ് പോകുന്നു. ഫലമ്മാ കാന മിൻഹാ അലാ മസീറത്തി യൗമിൻ വലൈല, ആ സ്വർഗ്ഗത്തിന്റെ അടുത്തേക്ക് എത്താൻ ഇനി ഒരു ദിവസം സഞ്ചരിക്കണം. ബഅസല്ലാഹു തആല അലൈഹിം സ്വൈഹതൻ മിനസ് സമാ, അപ്പോൾ അല്ലാഹു ആകാശത്തിൽ നിന്നൊരു അട്ടഹാസം അയച്ചു. ഫഹലകൂ, അവരൊക്കെ നശിച്ചുപോയി. നിർമ്മാണ പ്രവർത്തനം 300 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയ സ്വർഗത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയിട്ടില്ല. എത്ര ഭയങ്കരന്മാരാണ് അത് ഗോത്രക്കാര്. അവരൊരു ശക്തി നോക്ക് നിങ്ങൾ. ഈ ശക്തിന്റെ ഹുങ്ക് കൊണ്ടാണ് അവർ അല്ലാഹുവോട് ചോദിച്ചിരുന്നത്, ജനങ്ങളോട് ചോദിച്ചിരുന്നത്, മൻ അശദ്ദു മിന്നാ ഖുവ്വ, നമ്മളെക്കാൾ ശക്തി ലോകത്ത് ആരണോ? അവർ ചോദിച്ച ചോദ്യമാണ്, കിബ്റിന്റെ ചോദ്യം. ഫഅമ്മാ ആദുൻ ഫസ്തക്ബറൂ ഫിൽ അർള് ബിഗൈരിൽ ഹഖ് വഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ, ആദ് ഗോത്രക്കാർ ഭൂമിയിൽ അഹങ്കരിച്ചു. അഹങ്കരിച്ചുകൊണ്ട് അവർ ചോദിച്ചു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, നമ്മളെക്കാളും കായിക ബലമുള്ളവരാരാണ്? അല്ലാഹുവിന്റെ ചോദ്യം, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹു ഖുവ്വ, അവരെ പടച്ച് സംവിധാനിച്ച അല്ലാഹു അവരെക്കാളും ശക്തനല്ലയോ? അവരൊന്ന് ചിന്തിച്ചുകൂടെ? ആരാണ് പടച്ചത്? ആരാണ് സൃഷ്ടിച്ചത്? അവർക്കത്ര കഴിവുണ്ടെങ്കിൽ സൃഷ്ടാവിനത്ര കഴിവ് വേണം. അവർക്കത്ര ആരോഗ്യമാണെങ്കിൽ സൃഷ്ടാവിനത്ര സ്വാധീനം വേണം. അവർക്ക് ഞൊടിയിട കൊണ്ട് ഭൂമിയിൽ പലതും സാധിക്കുമെങ്കിൽ സൃഷ്ടാവിന്റെ ഇറാദത്തിന്റെ വലുപ്പം എത്രയാ? ഖുദ്റത്തിന്റെ അളവ് കണക്കാക്കാൻ കഴിയുമോ? ആ റബ്ബിന്റെ തദ്ബീർ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇതവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? അല്ലാഹു തിരിച്ചു ചോദിക്കുകയാണ്. ആദ് ഗോത്രക്കാര് ഭൂമിയിൽ അവർ ഒരുപാട് അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹു വലിയ കഴിവ് കൊടുത്തു. ആ ആദ് സമൂഹത്തിലേക്ക് വന്ന നബിയാണ് ബഹുമാനപ്പെട്ട ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് അലൈഹിസ്സലാം വന്നിട്ട് അവരെ ക്ഷണിച്ചിട്ട് അവർ ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹൂദേ, ഏറെ ക്ഷണിക്കാൻ നിൽക്കണ്ട, പണിയങ്ങൾ കഴിക്കണം. അവർക്ക് പിന്നെ പറയാനുള്ള അതാണല്ലോ. ഹൂദ് നബിയോട് പറഞ്ഞു, ഏറെ ഞങ്ങൾ ക്ഷണിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ ഉത്തരവാദിത്വം ശ്രദ്ധിക്കണം, വേറെ പോയിക്കുളി. ഇനിയും ഏറെ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് അവരോട് പറഞ്ഞു. അവരത് ചെവി കൊണ്ടില്ല. അല്ലാഹു തആല അവരുടെ ശരീരത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ നാടിന്റെയും സൃഷ്ടിപ്പിനെ പറ്റി അല്ലാഹു പറഞ്ഞു, അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഭൂമിയിൽ ആദ്യമായി പളുങ്ക് കണ്ടെടുത്തത് ആരാണ്? ആദ് ഗോത്രക്കാരാണ്.
ഭൂമിയിൽ ആദ്യമായി അമ്പരച്ചുംബികൾ നിർമ്മിച്ചത് ആദ് ഗോത്രക്കാരാണ്. അതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ രാജ്യത്ത് നടത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് തഫ്സീർ പറയാം. അവരെ പോലെ ആകൃതിയിൽ അല്ലാഹു മറ്റൊരു കൂട്ടരെ സൃഷ്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ നാട് പോലെ മറ്റൊരു നാട് നിർമ്മാണത്തിൽ മുന്നോട്ട് കുതിച്ച നാടില്ല. ഇത്രയും നീളമുള്ള ആളുകളാകുമ്പോ നമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും തട്ടുള്ള വീട് മതിയോ? നമ്മളെ നാട്ടിൽ ഒറ്റ വീട് മതിയാവില്ലല്ലോ. എങ്ങനെ മതിയാവുന്നത്? നമ്മളെ നാട്ടിലെ വീട് ആർക്കാ? അത് 4 മുഴം 5 മുഴം നീളുന്ന ആൾക്കാർക്കല്ലേ, അല്ലെങ്കിൽ 3 മുഴം 3.5 മുഴങ്ങൾക്കല്ലേ. ഇത് നമ്മളൊക്കെ എത്ര കൂട്ടണം? അപ്പൊ അവർക്ക് താമസിക്കാനുള്ള ഒരു ഹൈമ തന്നെ എത്ര വലിപ്പുണ്ടാവും? ഒരു ടെന്റ് അവർ കിട്ടുകയാണെങ്കിൽ ആ ടെന്റിന്റെ വലിപ്പം 400 മുഴത്ത് അപ്പുറം പോണ്ടേ? അപ്പൊ ഒരു ടെന്റ് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവർ നിർമ്മിക്കുന്ന വലിയ വലിയ തൂണുകൾ, ഈ തൂണിന്റെ മേലെ കയറിയിരിക്കും. എന്നിട്ട് നല്ല കല്ലുണ്ടാവും ഒരു കയ്യിൽ. ആ തൂണിന്റെ മേലിന് താഴോട്ടെറിയാം. മേലിന് താഴോട്ടെറിയാൻ സുഖമാണ്. താഴ്ന്ന് മേലോട്ട് ഒരു പക്ഷെ കനമുള്ളതാണെങ്കിൽ അത്ര മേൽക്ക് പോകില്ല. അതാണ് അവരെ യുക്തി. അതാണ് ദേശമുള്ള ആൾക്കാരെ കാണുമ്പോ തൂണിന്റെ മേലെ നിന്ന് താഴോട്ടെറിയാൻ പറ്റും, സുഖാണല്ലോ. മേലോട്ടെറിഞ്ഞാൽ ഒരു പക്ഷെ അത്ര പൊങ്ങിയൊന്നുമില്ല, താഴോട്ട് വീഴും. മാത്രല്ല തടുക്കാനും കഴിയും. താഴോട്ടെറിയുമ്പോ ഒരു പക്ഷെ ഓർക്കാപ്പുറത്തായിരിക്കും വന്ന് വീഴ. അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കും. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്, വകാന യതി സുഖറത്തുൽ അദീമ, അവരെ കൂട്ടത്തിൽ ഒരാൾ വലിയ പാറക്കല്ലിന്റെ അടുത്ത് ചെല്ലും. ഫയഹ്മിലുഹാ, അതെടുത്ത് പൊക്കും. എന്നിട്ട് വയുൽഖീഹാ അലൽ ഹൈ, ഒരു ഗോത്രത്തിന്റെ മേലെ കൊണ്ടുവന്നിടും. ഫയുഹ്ലിക്കും, അവരെ നശിപ്പിക്കും. പകവിട്ടാണ്. അല്ലെങ്കിൽ ലം യുഖ്ലഖ് മിസ്ലു മദീനത്തി ശദ്ദാദ്, ശദ്ദാദിന്റെ പട്ടണം പോലത്തെ ഒരു സിറ്റി ഫീ ജമീഇ ബിലാദി ദുനിയാ, ദുനിയാവിലെ ഒറ്റ നാട്ടിലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത്രയും വലിയ സിറ്റിയല്ലേ അവരുണ്ടാക്കിയിരുന്നത്. ഇത്രയും വലിയ സൗകര്യങ്ങൾ അല്ലാഹു തആല അവർക്ക് കൊടുത്തു. വളരെ ദൂരത്തുനിന്ന് തന്നെ നോക്കിയാൽ കാണാൻ പറ്റിയിരുന്നു അവരുടെ ആ നിർമ്മാണങ്ങളൊക്കെ. എത്ര ദൂരത്തുനിന്ന് നോക്കിയാൽ കാണും. നമ്മളൊക്കെ കണ്ടവരാണല്ലോ പലരും. കാണാത്തവർക്ക് കാണാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര ദൂരത്ത് നോക്കിയാൽ കാണും ഹറമിലെ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ ഇല്ല അവിടെ. എത്ര ദൂരത്ത് നോക്കിയാൽ കാണും. പോകട്ടെ ബുർജ് ഖലീഫ. നമ്മൾ ആ ദുബൈന്റെ ചുറ്റുഭാഗത്തുകൂടി വാഹനം സഞ്ചരിക്കുകയാണെങ്കിൽ ആ വാഹനത്തിൽ നിന്ന് മിക്ക ഭാഗത്തിൽ നിന്നും അത് തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. എന്നാലേ എത്ര നിലയാണത്? 100 അല്ലെങ്കിൽ 100 ചില്ലറയുണ്ട്. അത് ഇവർക്ക് ഇങ്ങനെ നിന്നാ തൊടാൻ മാത്രമേ ഉണ്ടാവും. നമ്മൾ അതിന്റെ താഴെ ഇങ്ങനെ പോയി നോക്കുമ്പോ ആദ് ഗോത്രക്കാരെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്കത് കണ്ടപ്പോ തന്നെ ആദ് ഗോത്രക്കാർ നിങ്ങളാണോ കൂടുതൽ ഇതാണോ നിങ്ങളെന്ന് ഞാൻ ചിന്തിച്ചത്. കാരണം ആദ് ഗോത്രക്കാർക്ക് ഇവിടെ സുയൂത്തി ഇമാം തങ്ങൾ പറയുന്നത് നിങ്ങൾ 400 മുഴാണ്. അങ്ങനെ ആകുമ്പോ അവർക്ക് സുഖല്ലേ ഇത് പോവാൻ? ലിഫ്റ്റ് വേണ്ട, ഒന്നും വേണ്ട, ഇത്ര സൗകര്യം. അപ്പൊ ആ ആളുകൾ നല്ലവണ്ണം അവര് ഭൂമിയില് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവര് തൂണുകൾ ഉണ്ടാക്കി. ആ തൂണിന്റെ മേലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. നമ്മള് ഇപ്പോഴല്ലേ ചെറിയ ഫില്ലറിന്റെ മേലെ പതുക്കെ വീടുണ്ടാക്കാൻ തുടങ്ങിയത്. മുമ്പൊക്കെ നമ്മൾ കുഴിച്ച് അങ്ങനെ ഉണ്ടല്ലേ. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ കുറച്ചൊക്കെ ഒരു സൗകര്യവും കുറച്ചൊക്കെ ഉള്ളത്. ഏത് ഒരു ഇടുങ്ങിയ സ്ഥലമാണെങ്കിലും എന്ത് ചെയ്യും? 4 ഫില്ലർ അവിടെ കുത്തി കൊടുക്കും. എന്നിട്ട് മേലെ പോലെ അടിയിലോ, അടിയില് വിറകൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു കൂട്. കാരണം അവിടെ അങ്ങനെ കൂടുതൽ പണിയെടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ആ ഭൂമിന്റെ കിടപ്പുള്ളത്. ത്രികോണത്തിലാണ്. ത്രികോണത്തിലാകുമ്പോ എന്ത് ചെയ്യും? അവിടെ 4 തൂണുണ്ടാക്കിയാൽ സുഖാണ്. മേലെ നല്ല വീടുണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ സൗകര്യം ഇവരെന്താ ചെയ്യാ? ഇവര് വലിയ തൂണുണ്ടാക്കും. ആദ്യം വലിയ തൂണുണ്ടാക്കിയിട്ട് ആ തൂണിന്റെ മേലെയാണ് ഇതിന്റെ കൊട്ടാരം. അപ്പൊ ആ തൂണിന്റെ കട്ടിയും കനം എത്ര വേണം? ഒരു തൂണുണ്ടാക്കിയിട്ട് 400 മുഴുള്ള ആൾക്കാർ ഒരു തൂണുണ്ടാക്കിയിട്ട് ആ തൂണിന്റെ മേലെ ഒരു കൊട്ടാരം ഉണ്ടാക്കുമ്പോ എത്ര വലിപ്പമുണ്ടാവും? സുബ്ഹാനല്ലാഹ്.
ഇസ്മായിൽ ബറൂസബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത് അങ്ങനെയാണ്. വലിയ വലിയ തൂണുകൾ ഉണ്ടാക്കും, എന്നിട്ട് വയബ്നൂന ഫൗഖഹാ, തൂണിന്റെ മേലെ ഉണ്ടാക്കും അൽ ഖുസൂർ, കൊട്ടാരങ്ങൾ. ദൂരത്തുനിന്ന് നോക്കിയാലും ഇവരുടെ കൊട്ടാരം കാണാമായിരുന്നു. എങ്ങനെ കാണാതിരിക്കും? കാരണം വേറൊരു തടസ്സം ഉണ്ടാകൂല. ഏത് മല നോക്കുകയാണെങ്കിലും മലന്റെ മേലെ കാണുന്ന ഇവരെ കൊട്ടാരമാണ്. അത്രയും വലിയ സൗകര്യങ്ങളുള്ള ഒരു സമൂഹം. ഇനി മറ്റൊന്ന് പറയട്ടെ, വസമൂദ, ഒരു വിഭാഗം ആദ് ഗോത്രം. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്, സമൂദ് ഗോത്രം. അല്ലദീന ജാബുസ്സഖ്റ, അവര് പർവ്വതങ്ങളെ പാറകളെ മുറിച്ചെടുക്കും. പാറകളെ മുറിച്ചെടുത്തിട്ട് അവർ വീടുണ്ടാക്കും. എന്നിട്ടോ കുളങ്ങൾ ഉണ്ടാക്കും, നല്ല നല്ല ടാങ്കുകൾ ഉണ്ടാക്കും. അവർ ഉദ്ദേശിച്ച നിർമ്മാണങ്ങളും നടത്തും. ആദ്യമായി പർവ്വതങ്ങളെ തുറന്നവർ, പാറക്കല്ലുകളെ തുറന്നവർ, പളുങ്ക് നിർമ്മിച്ചവർ സമൂദ് ഗോത്രക്കാരാണ്. എത്ര നഗരങ്ങൾ, പാറ കൊണ്ട് മാത്രം എത്ര നഗരങ്ങൾ അവരുണ്ടാക്കി. 1700 സിറ്റികൾ ഉണ്ടാക്കി. കുല്ലുഹാ മിനൽ ഹിജാറ, മുഴുവനും പാറ കൊണ്ട് മാത്രം. എങ്ങനെയുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ? നമ്മളെ വലുത് നമ്മളാരുമില്ല. നമ്മളാ ജോയിന്റിൽ പലതും വെച്ചു കൊടുക്കാണ്. ഇവര് താനി പാറക്കല്ല് കൊണ്ട് അവരുണ്ടാക്കിയ സിറ്റികൾ 1700 ചെറിയ കഴിവ്. പാറ തുരക്കാണ്, JCB കൊണ്ട് കയ്യോട് തുരക്കണ. എന്താ ഇപ്പൊ നിങ്ങളെ അജബായി നോക്കുന്നത്? അവരെ കയ്യോട് തുരക്കാണ്. അല്ലാഹു തആല കൊടുത്ത ഒരു സൃഷ്ടിയല്ലേ, റബ്ബ് തആല പടച്ചൊരു സമൂഹല്ലേ. ഇവരിലേക്കാണ് ബഹുമാനപ്പെട്ട സ്വാലിഹ് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് പാറ നല്ല പരിചയമുള്ള പാറന്റെ ഉള്ളിൽ ഒട്ടകം പോരട്ടെ എന്ന് പറഞ്ഞത്. മനസ്സിലായി? എന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്താ വേണ്ടത്? സ്വാലിഹേ, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് 10 തികഞ്ഞ ഒട്ടകം വരണം. വന്ന് മുന്നിൽ വന്ന് നിന്നാൽ അത് പ്രസവിക്കുകയും വേണം. അവര് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ആര് വരണം? ഒട്ടകം വരണം. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ ഈമാനിൽ പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങൾ വിശ്വസിക്കൂ? ഓ വിശ്വസിക്കൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അവര് കാണിച്ചു തന്ന പാറക്കല്ലിലേക്ക് ചൂണ്ടിക്കൊടുത്തു. പാറക്കല്ല് പിളർന്നു, ഒട്ടകം വന്നു. വന്ന നിൽപ്പിൽ തന്നെ അത് പ്രസവിക്കുകയും ചെയ്തു. സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തം ഞാൻ തന്നു. ശരി, കാരണം പാറ കുറെ തുറന്നിട്ട് എവിടെ ഒട്ടകം കണ്ടില്ലല്ലോ അവര്. കുറെ പാറക്കല്ലുകൾ അവർ തുറന്നിട്ടുണ്ട്, ഇതുവരെ ഒട്ടകം കണ്ടിട്ടുണ്ടോ? ഇല്ല. പാറക്കല്ല് തുറന്നിട്ട് നല്ല വിലപിടിപ്പുള്ള കല്ലുകൾ അവർ കണ്ടിട്ടുണ്ട്. അതവർ കണ്ടിട്ടുണ്ട്. നല്ല പളുങ്ക്. നമ്മളിപ്പോഴല്ലേ മാർബിളിലേക്കും അതുപോലെ തന്നെ പിന്നെന്താ ഗ്രാനൈറ്റിലേക്കും മറ്റൊക്കെ എത്തിയത്. ഇതെത്ര കൊല്ലം മുമ്പാ സഹോദരങ്ങളെ. പൂർവകാലത്തുള്ളവർ ആ കഴിവുകൾ നോക്കുമ്പോ നമ്മള് അവരുടെ ബാക്കി അവര് മലകളൊക്കെ നേരത്തെ തുറന്നുണ്ടാക്കി വീടുകൾ ഉണ്ടാക്കി. ഖുർആൻ അവരെ പറ്റി പറഞ്ഞു, പൊളിഞ്ഞാടൂല. പൊളിഞ്ഞു ചാടണമെങ്കിൽ താഴെ കെട്ടിക്കൊണ്ടുവന്നല്ലേ. ഇതുള്ള പാറ തുറന്ന് അങ്ങനെ പൊളിഞ്ഞാടുന്നു. ഒരു പാറ, വലിയൊരു പാറക്കല്ല്. ആ പാറക്കല്ല് തുറന്നിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ശരിയായി തുറന്നു വന്നിട്ട് ഒരു ചുമര് ഇങ്ങനെ നിർത്തുക, മേൽക്കൂരയും നിർത്തുക, സൺസൈഡൊക്കെ നിർത്തുക, 2, 3, 4 റൂം ഒക്കെ പാറ. പക്ഷെ ആ പാറക്ക് ജീവിക്കാൻ മാത്രല്ല ഒരു ആരോഗ്യം അവർക്ക് വേണം. കാരണം പാറക്കൊരു സ്വഭാവം വെച്ചാല് ചൂടായ വമ്പൻ ചൂടായിരിക്കും, തണുത്താലോ പേരും തണുപ്പായിരിക്കും. അങ്ങനെയാണ് പാറ. പാറ തണുത്താൽ നല്ല തണുപ്പുണ്ടാവും. ചൂടായാല് കാലൊന്നും തൊട്ടുനോക്കി കാല് പെട്ടെന്ന് വലിക്കും. ഇത്രയും പൊള്ളുന്ന ചൂടുണ്ടാവും പാറക്കല്ല്. പക്ഷെ അവരുടെ ശരീരത്തിനൊക്കെ പറ്റിയതായിരിക്കും. അവരാ ഒട്ടകം പുറത്തു വന്നപ്പോ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ നിങ്ങളെ ദൃഷ്ടാന്തം ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഒട്ടകം നാഖത്തുല്ലാഹി, അല്ലാഹുവിന്റെ ഒട്ടകമാണ്. അല്ലാഹു തആല എനിക്ക് മൂജിസത്താക്കി തന്ന ഒട്ടകമാണ്.
അതുകൊണ്ട് ഈ ഒട്ടകത്തെ നിങ്ങൾ അക്രമം ചെയ്യരുത്, തുടരുത്, നശിപ്പിക്കരുത്. ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ കുഴിച്ചു വെച്ച ഈ നാട്ടിലെ വലിയ ടാങ്കില്ലേ, ആ ടാങ്കിൽ ഉള്ള വെള്ളം ഒരു ദിവസം ഒട്ടകത്തിനാണ്. ഒട്ടകം വെള്ളം കുടിക്കുമ്പോൾ അന്ന് നിങ്ങൾ ഒട്ടകത്തിന്റെ പാല് കുടിക്കണം. അവർക്കൊക്കെ കുടിക്കാൻ പറ്റാ ഒട്ടകത്തിന്റെ പാലാണെങ്കിൽ എത്ര വേണം ആ പാല്? ഒരൊട്ടകത്തിന്റെ പാലാണ് ഈ കൗം മൊത്തം കുടിക്കണേ, എത്ര പാല് വേണം? അതാണ് അത് അത്ഭുത ഒട്ടകമാണ്. ഒട്ടകം വെള്ളം കുടിക്കാതിരിക്കുന്ന അന്ന് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഒട്ടകം വെള്ളം കുടിക്കുന്ന അന്ന് നിങ്ങൾക്ക് പാലും കുടിക്കാം. ഒന്നരാണ്. അങ്ങനെ കുടിച്ച് ശീലായപ്പോ കുറച്ച് ആൾക്കാർ പറഞ്ഞു എന്നും വെള്ളം കിട്ടിയെന്നു. ഈ ഒട്ടകം വന്നപ്പോഴല്ലേ മുടങ്ങിയത്, അതുകൊണ്ട് എന്നും വെള്ളം കിട്ടണം. അതിന് ആർക്കല്ലാതെ രക്ഷയില്ല. തുടരുത്. അതിനെ തൊട്ടാൽ നിങ്ങൾക്ക് ശിക്ഷ വരും. നിങ്ങൾക്ക് അല്ലാഹു കടുത്ത ശിക്ഷ നൽകും. നിങ്ങൾ അതിനെ തുടരുത്. അതിനെ തൊട്ടാൽ അതിനെ അറുക്കരുത്. അതിനെ നിങ്ങൾ ദുൽമ ചെയ്യരുത്, അക്രമം ചെയ്യരുത്. അതൊരു ദൃഷ്ടാന്തമാണ് എന്നും നിങ്ങൾക്ക് കാണാം, വിശ്വസിക്കാം. പക്ഷേ ആ സമൂഹത്തിൽപ്പെട്ട കുറെ വിഭാഗം ആളുകൾ ഒത്തുചേർന്നു. അറുക്കാൻ അവർ തീരുമാനിച്ചു. ഒരുത്തനെ അതിനുവേണ്ടി അവർ ചട്ടം കൂട്ടി. ഖുദാർ ബിൻ സാലിഫ് അവന്റെ കയ്യിൽ അറുക്കാനുള്ള ഉപകരണങ്ങൾ കൊടുത്തതിന് അറുത്തപ്പോൾ അതിന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടി ഓടി രക്ഷപ്പെട്ടു. മറ്റൊരു പാറക്കല്ലിന്റെ ഉള്ളിൽ ഒളിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? അത് അജിയാദ്, മക്കയിലാണ്. മക്കയിൽ അജിയാദ് എന്ന പ്രദേശമല്ലേ? അജിയാദ് മക്ക. അവിടുന്ന് ആ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് അത് തിരിച്ചു വരും, ദാബത്തുള്ളായിട്ട് വരും. അങ്ങനെയാണ്. ആ ഒട്ടകക്കുട്ടിയാണ്. വിവിധ രൂപഭാവങ്ങൾ മാറിയിട്ട് അത് വരും. അവിടുന്ന് ഓടിയപ്പോൾ ഒരു പാറ തുറന്നു കൊടുത്തതിന്റെ ഉള്ളിലേക്ക് ദാബത്തുള്ളർന്ന് വരുമല്ലോ. അത് ജനങ്ങളോട് സംസാരിക്കുന്നല്ലേ ഖുർആൻ പറഞ്ഞേ? ദാബത്തുള്ളർന്ന് തുകല്ലിമുഹും, ജനങ്ങളോട് സംസാരിക്കുന്ന ദാബത്തുള്ളർന്ന് വരാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഒരു സമൂഹത്തിന് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം നിർദ്ദേശം കൊടുത്തു. അവർക്ക് അല്ലാഹു തആല വലിയ തകർച്ച കൊടുത്തു. ഇത്ര വലിയ കഴിവുള്ള ആളുകൾ ഇവരും സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കാതെ ബിംബത്തെ ആരാധിച്ച് നടക്കുന്നവരായിരുന്നു. അതേ രൂപത്തിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ ആദ് ഗോത്രക്കാരും അവരും ചെയ്തത് അങ്ങനെയാണ്. വസമൂദല്ലദീന ജാബു സ്വഖറ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ്. ഫിർഔനെയും നിന്റെ റബ്ബ്, നിങ്ങളെ റബ്ബ് എന്താണ് ചെയ്തത്? ദിൽ ഔതാദ്, ആണിക്കാരനായ ഫിർഔൻ. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു ദില്ലൗതാദ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അള്ളാഹുവിനെ സ്വീകരിക്കുന്നവരെ മുഴുവനും ആണിയടിച്ച് നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് വിവിധ രൂപത്തിലാണ്. ചിലപ്പോൾ ആണികൾ തറച്ച മരങ്ങൾ ഇങ്ങനെ നാട്ടിവെക്കും. എന്നിട്ട് ആ മരത്തിലേക്ക് കൈയും കാലും ചേർത്ത് കെട്ടിയേക്കും. 4 ഭാഗത്തിൽ ആ മരത്തിന്റെ 4 ഭാഗങ്ങളിൽ ആണി തറച്ചിട്ടുണ്ടാകും. 2 ഭാഗത്തേക്ക് കൈയും കെട്ടും. അവിടെ മുഴുവനും ആണിയാണ്. എന്നിട്ട് കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടുമ്പോൾ പുറത്തുകൂടെ ഇങ്ങോട്ട് തറക്കുന്നു. ആണിയതാ ഉള്ളിലേക്ക് തറക്കുന്നു. മരത്തിൽ ആണി തറച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കാലിന്റെ ഭാഗങ്ങളിലും ആണി അങ്ങനെ കുത്തിക്കയറുന്നു. തുളച്ചു കയറുമ്പോൾ അതേ രൂപത്തിൽ അവർക്ക് മരിക്കുന്നത് വരെ ആ ശിക്ഷ അങ്ങനെ അനുഭവിക്കാൻ വേണ്ടി വിടുന്നു. അല്ലെങ്കിലോ വലിയ 4 ആണികളിലായിട്ട് കെട്ടിയിടുക. ശിക്ഷിക്കുന്ന ആളെ ആണി തറക്കുന്നില്ല. 4 ആണികളിലേക്ക് കയ്യും കാലും ബന്ധിപ്പിക്കുക. എന്നിട്ട് പാമ്പുകളെയും തേളുകളെയും കടിക്കാൻ വിടുക. അവിടെയും ആണിയുണ്ട്. അല്ലെങ്കിലോ ഈ ഔത്താദ് എന്ന് പറഞ്ഞത് അവന്റെ ആളുകൾക്ക് കളിക്കാൻ വേണ്ടി പ്രത്യേകം കളിസ്ഥലങ്ങൾ അവൻ തയ്യാറാക്കി വെച്ചിരുന്നു. അവന്റെ ഒരു ഹോബിയായിരുന്നു കളിക്കളങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു. ഇപ്പൊ കുറെ ചെറുപ്പക്കാർ കണ്ടില്ലേ, പല സ്ഥലത്തും സ്ഥലം വാങ്ങിയിട്ട് വാടക 24 മണിക്കൂറും കളിയാണ്. രാവും പകലും കളിക്കേന്ദ്രങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു.
എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ യാഥാർത്ഥ്യം? മുസ്ലിം ചെറുപ്പക്കാരൊന്നും അതിൽ പെട്ടുപോകാൻ പാടില്ല. തങ്ങൾ പറഞ്ഞില്ലേ, വൽ മസാജിദു തുഹ്ജർ വൽ മലാഇബു തുഅ്മർ, കളിക്കേന്ദ്രങ്ങൾ പരിപാലിക്കപ്പെടും, അവിടെ എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവരും, അവിടെ നല്ല പച്ചപ്പരവതാനി വിരിച്ച പുല്ല് നട്ട് പിടിപ്പിക്കും, അതുപോലെ തന്നെ അവിടെ ഫാനുകളും എസികളും ഫിറ്റ് ചെയ്യും, അതിന് ലക്ഷങ്ങൾ വാരി വിതറും, ഒരു കുഴപ്പമുണ്ടാകൂല. ആ വരുന്ന ആളുകൾ വൽ മസാജിദു തുഹ്ജർ, പള്ളി അവർ ബഹിഷ്കരിക്കും, പള്ളിയിലേക്ക് അവർ വരില്ല. ഏറ്റവും കൂടുതൽ അവർ ജീവിതത്തിൽ അവർ സമയം കളയുന്നത് കളിക്കേന്ദ്രങ്ങളിലായിരിക്കും. ഔത്താദ് എന്ന വാക്കിന്റെ ഒരു വിവക്ഷയിൽ അങ്ങനെയുണ്ട്. അവന്റെ ആളുകൾക്ക് കളിക്കാൻ ഒരുപാട് കളിക്കേന്ദ്രങ്ങൾ ഫിർഔൻ തയ്യാറാക്കി വെച്ചിരുന്നു. അല്ല മറ്റൊന്ന്, ഔത്താദ് എന്ന് പറഞ്ഞാൽ വലിയ സൈന്യമുള്ള ആളാണ്, മഹാസൈന്യമായിരുന്നല്ലോ അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ സഹോദരന്മാരെ, അവര് ചെറിയ ശിക്ഷയൊന്നല്ല അവൻ അനുഭവിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആസിയാ ബീവി റളിയല്ലാഹു അൻഹയെ അവൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതേ, ഈ പേര് ആദ്യമായിട്ട് ഫിർഔന് വെക്കാനുള്ള കാരണം, ആണിക്കാരൻ എന്ന് ആദ്യമായിട്ട് വെക്കാനുള്ള കാരണം, ഫിർഔനിന്റെ ഖാസിനായ സൂക്ഷിപ്പുകാരനായ ഖർബീൽ, ആ ഖർബീലിന്റെ ഭാര്യയാണ് മാഷിത. മാഷിത എന്നത് പേരല്ല, പേര് ഹൈജൽ എന്നാണ്. ശരിക്ക് പേര് ഹൈജൽ എന്നാണ്. ഫിർഔനിന്റെ പുത്രിയായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ഖർബീൽ അല്ലാഹുവിൽ വിശ്വസിച്ച ആളാണ്. 100 വർഷം മുമ്പ് ഈമാൻ മറച്ചു വെച്ച് ജീവിക്കുകയായിരുന്നു. ഭാര്യയും അങ്ങനെയായിരുന്നു. ഒരു ദിവസം അതാ ഫിർഔനിന്റെ പുത്രി എന്ന് പറയപ്പെടുന്ന പോറ്റുപുത്രി, ആ പോറ്റുപുത്രിയുടെ തലവാരിക്കൊണ്ടിരിക്കുമ്പോ ചീർപ്പ് താഴെ വീണുപോയപ്പോ ബഹുമാനപ്പെട്ട മാഷിത ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തൈസ മൻ കഫറ ബില്ലാഹ്, അല്ലാഹുവിൽ അവിശ്വസിച്ചവൻ പരാജയപ്പെടട്ടെ. അപ്പൊ ഫിർഔനിന്റെ മകളായിട്ട് അറിയപ്പെടുന്ന ആ പുത്രി, പോറ്റുപുത്രി പറഞ്ഞു, എന്റെ ബാപ്പയല്ലാത്തൊരു ഇലാഹ് നിനക്കുണ്ടോ? അപ്പോൾ മാഷിത ബീവി പറഞ്ഞു, അതെ, ഇലാഹി വ ഇലാഹു അബീക വ ഇലാഹുസ് സമാവാതി വൽ അർളി വാഹിദുൻ ലാ ശരീക ലഹു. എന്റെ ഇലാഹും നിന്റെ ബാപ്പാന്റെ ഇലാഹും ആകാശഭൂമികളുടെ ഇലാഹും ഏകനായ അല്ലാഹുവാണ്, അവന് പങ്കുകാരനില്ല. ഉടനെ ഫിർഔനിനോട് ഈ വിവരം പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് ആ പുത്രി പോയിട്ട് ഈ വിവരം പറഞ്ഞത്. ഇങ്ങനെ മാഷിത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാഷിതയിലേക്ക് ആളെ വിട്ടു ഫിർഔൻ. മാഷിതയോട് ചോദിച്ചു, നീ ഇങ്ങനെ പറഞ്ഞോ? ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇലാഹിനെ നീ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, നിഷേധിക്കാൻ ഞാനില്ല, അതെന്റെ വിശ്വാസമാണ്, എന്റെ ഈമാനാണ്. ആ പെണ്ണിനെ 4 ആണികൾക്കിടയിലായിട്ട് ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചു. കൈ 2 ആണിയിലേക്കും കാല് 2 ആണിയിലേക്കും കൂട്ടിവെച്ചു. ആണി തറച്ചതല്ല, ആണിയിലേക്ക് കൂട്ടി ബന്ധിപ്പിച്ചതാണ്. എന്നിട്ട് മാഷിത ബീവിയുടെ ശരീരത്തിലേക്ക് പാമ്പുകളെയും തേളുകളെയും അയച്ചു വിട്ടു. എന്നിട്ട് പറഞ്ഞു, പെണ്ണേ, ഇപ്പോൾ പാമ്പിന്റെയും തേളിന്റെയും കടിയാണ്, നിന്റെ ഇലാഹിനെ നീ അവിശ്വസിക്കണം, അല്ലെങ്കിൽ ഇതേ ശിക്ഷ 2 മാസം നിന്നെ ഞാൻ ശിക്ഷിക്കും. പാമ്പും തേളും വന്ന് കടിക്കുമ്പോ കൈകൊണ്ട് അവയെ ആട്ടാതിരിക്കാനാണ് കൈ കെട്ടി വെച്ചിരിക്കുന്നത്. കാലനക്കിയാൽ പാമ്പും തേളും ഒരു പക്ഷേ അങ്ങോട്ട് മാറാതിരിക്കാനാണ് കാലും കെട്ടി വെച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പാമ്പും തേളും കുത്തുകയാണ്, കടിക്കുകയാണ്. ഉടനെ പറഞ്ഞു, മാഷിത ബീവിയുടെ ഈമാൻ കണ്ടില്ലേ? ലൗ അസ്സബ്തനി 70 ശഹ്റാ മാ കഫർതു ബിഹി. 2 മാസമല്ല, 70 മാസം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചാലും ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കൂല. ശിക്ഷിക്കേണ്ടത് നീ എത്രയും ശിക്ഷിച്ചോ.
മാഷിത്താ ബീവിക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് വലിയ മകളാണ്, ഒന്ന് ചെറിയ മകളാണ്. ആ വലിയ മകളെ ഫിർഔന് പിടിച്ചുകൊണ്ടുവന്നു. ഉമ്മയുടെ സമീപത്ത് വെച്ച്, തൊള്ളയുടെ ഭാഗത്ത് വെച്ച്, നേർക്ക് നേരെ നോക്കിയാൽ കാണുന്ന ഇടത്ത് വെച്ച് ആ പെണ്ണിനെ ബലി കഴിക്കാൻ പോകുന്നു. ഓ മാഷിത്താ, നീ അവിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ മകള് നിന്റെ മൂത്ത മകളാണിത്, ഇതിനെ ഞാൻ അറുക്കാൻ പോവുകയാണ്. ഇല്ല ഇല്ല, വിശ്വസിക്കാനില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം തിരുത്താനില്ല. ആ മൂത്ത മകളെ സ്വന്തം മാതാവിന്റെ മുന്നിൽ വെച്ച് ബലിയറുക്കുകയാണ്. അതേ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവിടെയുള്ള കുറെ ആളുകൾ പീഡിപ്പിച്ചതുപോലെ പല രാജ്യത്തുമുള്ള മുസ്ലിങ്ങളെ അവരുടെ ചെറിയ കുട്ടികളെ മാതാപിതാക്കളെ മുന്നിൽ വെച്ച് കയ്യും കാലും ഓരോന്നും അറുത്ത് ചോരയിട്ടിച്ച് പടഞ്ഞ് ചെറിയ ചെറിയ പൈതലുകൾ ജീവൻ പോകുന്നത് കണ്ട് തുള്ളിച്ചാടി രസിക്കുന്ന ആളുകൾ. വിശ്വാസത്തിന്റെ പേരിലാണ് മുസ്ലിങ്ങൾ എപ്പോഴും അങ്ങനെ ബലഹീനത അനുഭവിക്കുന്നത്. മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല സംരക്ഷണം നൽകട്ടെ. വേറെ ഒരു കുഴപ്പവും അവിടെ മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ല. ഫലസ്തീനിലും അങ്ങനെ തന്നെയാണ്. അതേ രൂപത്തിൽ തന്നെയാണ് ഗുജറാത്തിലും അനുഭവിച്ചത്. അതേ രൂപത്തിലാണ് അനുഭവിച്ചിടത്ത് മുഴുവനും അനുഭവിച്ചത്. അവിടെ മുസ്ലിങ്ങൾ അക്രമം ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞ റിപ്പോർട്ടല്ല. 2 മാസം അന്വേഷിച്ച് നടന്ന് UN പൊതുസഭ വിട്ട സെക്രട്ടറിയല്ലേ റിപ്പോർട്ട് കൊണ്ടുവന്നത്. തീർത്തും മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നിരപരാധികളാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ക്രൂരതയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സഹിക്കാൻ പറ്റുമോ? ഫിർഔന് മൂത്ത മകളെ അറുത്തു. ചെറിയ കുട്ടിയെ ഉമ്മാന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ചെറിയ പെൺകുട്ടിയെ. ഓ മാഷിത്താ, നിന്റെ വിശ്വാസധാരയിൽ നിന്ന് മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ ഈ ചെറിയ മകളെയും ഞാൻ ഇതാ അറുക്കും. ആ കുട്ടി മുല കുടിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ മാഷിത്താ ബീവി പറഞ്ഞു, ലൗ ദബഹത മൻ ഫിൽ അർളി അലാ ഫിയാ മാ കഫർതു ബില്ലാഹി തആല. ഭൂമിയിലുള്ള മൊത്തം മനുഷ്യന്മാരെ കൊണ്ടുവന്ന് എന്റെ കൺമുന്നിട്ടിട്ട് നീ ബലി കഴിച്ചാലും വിശ്വാസ രംഗത്തിനൊന്നും പിറകോട്ടില്ല. പെൺകുട്ടിയെയും മറുത്തു. അതാ ആ പെൺകുട്ടിയെ അറുക്കുന്നതിന്റെ മുമ്പ് അറുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. വലിയ മകളാറുത്തപ്പോൾ മാഷിത്താ ബീവിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ചെറിയ കുട്ടിയോട് വല്ലാത്തൊരു വാത്സല്യം ഉണ്ടാകുമല്ലോ. ചെറിയ ഒരു വെപ്രാളം മനസ്സിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് മുലയൂട്ടുന്ന പെൺകുട്ടിയെ അല്ലാഹു തആല സംസാരിപ്പിച്ചത്. ആ പെൺകുട്ടി പറഞ്ഞു, യാ ഉമ്മാ ലാ തജ്സഈ, വെപ്രാളപ്പെടരുത് ഉമ്മ, മനസ്സ് വേദനിക്കരുത് ഉമ്മ. ഫഇന്നല്ലാഹ തആല ഖദ് ബനാ ലകി ബൈതൻ ഫിൽ ജന്ന, അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. ഇസ്ബിരി, ക്ഷമിക്കണേ ഉമ്മ. തൊട്ടിലിൽ സംസാരിച്ചവരിൽപ്പെട്ട ഒരു കുട്ടിയാണിത്. പലരും തൊട്ടിലിൽ സംസാരിച്ചവരുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അതിൽപ്പെട്ടൊരു മഹാനാണല്ലോ. ഈ പെൺകുട്ടി അത് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് വലിയ സമാധാനമായി. ആ പെൺകുട്ടിയെ അറുത്തു. ഏറെക്കാലം താമസിക്കാതെ മാഷിത്താ ബീവി വിടവാങ്ങി. അപ്പോഴല്ലേ ഫിർഔന് നേരത്തെ ബനൂ ഇസ്രായേലിലെ ഏറ്റവും നല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നു. ആ പെണ്ണിന്റെ പേരാണല്ലോ ബീബി ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയ ബിൻത് മുസാഹിം. ആസിയ ബീബി കല്യാണത്തിന് ആദ്യം സമ്മതിച്ചില്ലായിരുന്നു. ഫിർഔനിന്റെ ക്രൂരത കൊണ്ട്. ആസിയ ബീവിന്റെ സൗന്ദര്യം കണ്ടപ്പോ ഒരാൾ വന്ന് ഫിർഔനോട് പറഞ്ഞു, നിങ്ങളെ ഭാര്യമാരെക്കാളും ചുരുക്കുള്ള ഒരു പെണ്ണ് ബനൂ ഇസ്രായേലിലുണ്ട്. ബനൂ ഇസ്രായേലിലുണ്ട്. അപ്പൊ ഫിർഔൻ അന്വേഷണത്തിന് വിട്ടു.
കല്യാണം കഴിച്ച് തന്നിട്ടില്ലെങ്കിൽ കുടുംബത്തെ മൊത്തം കഥ കഴിക്കും. അപ്പൊ ആസിയ ബീവി പറഞ്ഞു, എന്റെ ഒരു കാരണം കൊണ്ട് കുടുംബം മൊത്തം ബലിയാടാകാൻ പറഞ്ഞ വിഷമം തന്നെയല്ലേ, ഏതായാലും ഒന്ന് സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചത്. പക്ഷെ ഒരിക്കൽ പോലും ആസിയ ബീവിയുമായിട്ട് ഫിറോൻ ബന്ധപ്പെട്ടില്ല. അതിനുള്ള ആവതൊന്നും ഫിറോനില്ല. തന്നെ അവരങ്ങനെ ഒരു ഭരണം നടത്താനുള്ള കഴിവുണ്ട്. നല്ല സംഭാവന എല്ലാരും 10ന്റെ നോട്ട് ആരുടെ ഏകദേശം ഇവിടെ ഈ ഒരു വാദം, ഈ 5 ദിവസത്തെ വാദം വേറെ വാദം കൊല്ലത്തിന് ഇവിടെ വേറെ വാദം അതുകൊണ്ട് എല്ലാവരും നല്ല സംഖ്യ ഇടണം. സഹോദരിമാരെ ഇന്ന് കൊണ്ടുവന്നത് അതിലിട്ടേക്ക് എല്ലാവരും 50 രൂപ ഇട്ടാൽ 5 ദിവസം കൂട്ടുമ്പോൾ ആകെ 250 രൂപ ആകുള്ളൂ, വേറെ ഒന്നാകുന്നില്ല. അതുകൊണ്ട് കുറച്ച് കട്ടിയിലും കനത്തിലും ഇടണം. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മദ്രസയുടെ പുരോഗതി ചെലവൊക്കെ നടന്നു പോകണ്ടേ? ഈ സംഭാവന ഒന്നും വെറുതെ ആവില്ല. കണക്കൊക്കെ പിന്നെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുമല്ലോ. ഒന്നും നമ്മൾ വെറുതെ ചെലവഴിക്കില്ല. അള്ളാഹ് എന്ന വലിയ സഹായം കൊണ്ടല്ലേ ഈ മദ്രസ എങ്ങനെ ഈ രൂപത്തിലായത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ കാലത്ത് ഈ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ച് സഹകരിച്ച് മൺമറഞ്ഞു പോയ ആളുകളുടെ ഹദ്റത്തിലേക്ക് നമ്മുടെ ഈ സദസ്സിന്റെ സന്തോഷം അള്ളാഹു സദാ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ സ്വതക്കുകളൊക്കെ അവർക്ക് അള്ളാഹു തആല വലിയ നേരം പോക്കിനുള്ള സബബാക്കട്ടെ. അതുകൊണ്ട് നല്ല സംഭാവനകൾ കൊണ്ടുവരണം. സഹോദരിമാര് വയലിങ്ങനെ വരുമ്പോ, ഓരോ കൊല്ലം വയല് വരുമ്പോ നമ്മളെ വാപ്പാരി ഉമ്മാരും ഒന്നും മറക്കാൻ പാടില്ല. അവർക്കൊക്കെ ഒരു സംഭാവന സംഖ്യ ഈ വാല് തീരുന്നതിന്റെ ഇടയ്ക്ക് എല്ലാവരും കൊണ്ടുവരണം. അവരവരെ കൊണ്ട് കഴിയുന്നത്. കാരണം അവർ കവർന്ന് ഇങ്ങനെ നോക്കും, മറ്റേ മകന് വാപ്പാന്റെ പേരിൽ കണ്ടില്ലേ 5000 രൂപ കൊടുത്തു, എനിക്കും ഉണ്ടല്ലോ നാട്ടിൽ പറയാൻ മക്കള്, ഒറ്റൊന്നു പോലും ഒരു 2000 രൂപ 1000 രൂപയിൽ കൊടുത്തില്ലല്ലോ എന്ന് അവർക്കൊരു ദുഃഖം വരാൻ പാടില്ല. അവർക്ക് ഒരു മുതൽ കിട്ടാൻ വേണ്ടി നമ്മളെ ഒരു സംഭാവന ദുആ ഒക്കെയായി ഈ മജ്ലിസിനെ എല്ലാവരും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ സഹായിക്കണം, സഹകരിക്കണം. നമ്മുടെ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി, മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഉമ്മമാര് വയലിങ്ങനെ വരുമ്പോ ചിലപ്പോ നന്നാക്കാൻ വേണ്ടി, നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നന്നാക്കാൻ വേണ്ടി എടുത്തു വെച്ച് എന്തെങ്കിലും ചെറിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ടുവന്നാൽ വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കോടിയൂർ വാത് പറഞ്ഞപ്പോ 2 സഹോദരിമാര് ഓരോ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണം തന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അവരെല്ലാ ഹാജത്തുകളും അള്ളാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സഹോദരിമാരങ്ങനെ കൊണ്ടുവരണം. ഇത് പറയുമ്പോ ഭർത്താക്കന്മാർക്ക് പേടിയുണ്ടാവും, മൂല്യം സ്വർണ്ണം ചോദിക്കാനായിട്ട് വന്നാണ്, സ്വർണ്ണം കൊണ്ടുവന്നോട്ടെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ സ്വതൊക്കെ അവർ ചെയ്തോട്ടെ, നിങ്ങളേതായാലും സ്വർണ്ണം ധരിക്കൂലല്ലോ. അപ്പൊ പൊട്ടിയ ഏതെങ്കിലും വളകളോ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മദ്രസക്ക് വേണ്ടി എല്ലാവരും ബാക്കിയുള്ള ദിവസങ്ങളിൽ അവനവന്റെ ബാപ്പ ഉമ്മ മൺമറഞ്ഞു പോയ ആളുകളുടെ ഹദ്റത്തിലേക്ക് ഇൽമിന്റെ മജ്ലിസിൽ എല്ലാവരും സംഭാവന. അത് മദ്രസയുടെ പ്രവർത്തനത്തിനും പുരോഗതിക്കും ക്ഷീണമൊന്നുമില്ല. മദ്രസക്ക് കടണ്ടോ? കടന്നില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യ. അത് നിങ്ങൾ തന്നെ കൊടുത്തത്, വേറെ പുറത്തുനിന്ന് ആൾക്കാരൊന്നുമല്ല. എന്നാൽ ഇനിയും കൊടുക്കണം, നല്ല രൂപത്തിൽ മുന്നോട്ട് വേണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മദ്രസയിലെ ഉസ്താദുമാര് പഠിപ്പിക്കുന്ന ഇൽമ്, ഖുർആൻ, അത് നമുക്ക് ദീന് നമ്മൾ വളർത്താൻ സഹായിച്ചു എന്നുള്ളതല്ലേ. അള്ളാഹു ഖബൂലാക്കി തരട്ടെ. അപ്പൊ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫിർഔൻ ഈ ചെയ്യുന്നത് നേർക്കുനേരെ നോക്കിക്കണ്ട മഹദിയാണ്. അപ്പൊ കൊട്ടാരത്തിൽ ആസിയ ബീവി, കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ആസിയ ബീവി കാണുന്നുണ്ട് മാഷിത ബീവിയെയും മക്കളെയും ചെയ്യുന്ന ക്രൂരത. അങ്ങനെ അതാ തിരിച്ച് ഫിർഔൻ അതൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ ആസിയ ബീവിക്ക് ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. ആസിയ ബീവിയോടുള്ള ബന്ധം കൊണ്ട് എന്തൊരു വിഷയമുണ്ടായാലും ആസിയ ബീവിയോട് വന്നിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഫിർഔൻ പറയാറുണ്ട്. സാധാരണ അന്ന് വന്ന് വിഷയം പറയാൻ വേണ്ടി അടുത്തിരുന്നപ്പോ ഫിർഔനോട് ആസിയ ബീവി പറഞ്ഞു, യാ ഫിർഔൻ അൻത ശർറുൽ ഖൽഖി വഅഖ്ബതുഹും, നീ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്നല്ല ലോക സൃഷ്ടികളിൽ ഏറ്റവും നീചനാണ്, നികൃഷ്ടനാണ്. ആ മാഷിത ബീവിയെ നീ കൊന്നുകളഞ്ഞില്ലേ, നീ കൊന്നുകളഞ്ഞില്ലേ മാഷിത ബീവിയെ. അപ്പൊ ഫിർഔൻ ഈ പ്രതികരണം കേട്ടിട്ട് ചോദിക്കാണ് ആസിയ ബീവിയോട്, ഫലഅല്ലകി ബികിൽ ജുനൂൻ അല്ലദീ കാന ബിഹാ, മാഷിത ബീവിക്ക് പിടിച്ച ഭ്രാന്ത് പെണ്ണെ നിന്നിലും പിടിച്ചിട്ടുണ്ടോ? ഭ്രാന്ത് കൊണ്ട് ഫിർഔൻ ഉദ്ദേശിച്ചത് സത്യവിശ്വാസമാണ്. മാഷിത ബീവിയിൽ ഉണ്ടായ ഭ്രാന്ത് നിന്നിലും ഉണ്ടോ? ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബീ മിൻ ജുനൂൻ, എനിക്കൊരു ഭ്രാന്തും ഇല്ല. വ ഇന്നമൽ മജ്നൂനു, യഥാർത്ഥ ഭ്രാന്തനാരാന്നറിയോ?
മൻ യക്ഫുറു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വഹ്ദഹു ലാ ശരീക ലഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യഥാർത്ഥ ഭ്രാന്തൻ ഞാനല്ല, നിനക്കല്ലേ വിശ്വാസമില്ലാത്തത്, നീയാണ് യഥാർത്ഥ ഭ്രാന്തൻ എന്ന് ഫിർഔനോട് പറഞ്ഞപ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹയും 4 ആണി തറച്ച് ശിക്ഷിക്കാൻ തുടങ്ങി. ശിക്ഷ ആരംഭിച്ചപ്പോ മാഷിത്ത ബീവിയെ ശിക്ഷിച്ചതുപോലെയല്ല, ശരീരത്തിന്റെ 4 ഭാഗത്തും ആണികളിലേക്ക് കെട്ടിയിട്ട് ശരീരത്തിൽ ആണി തറക്കാൻ തുടങ്ങി. ആണി തറക്കുമ്പോഴും മഹദിയുടെ ശരീരത്തിൽ നിന്ന് മാറ്റം കാണുന്നില്ല. ഉമ്മമാര്, സഹോദരന്മാര്, ഞാനിത് പറയുമ്പോ ശരിക്കൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ പ്രലോഭനത്തിന് വഴിമാറുന്ന ഈമാനാകരുത്, പ്രകോപനത്തിന് വഴിമാറുന്ന ഈമാനാകരുത്. ചെറുപ്പക്കാരെ, പെൺകുട്ടികളെ, ഏതെങ്കിലും ഒരാൾ സൗന്ദര്യം വെച്ച് നീട്ടിയാൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാനെ വലിച്ചെറിഞ്ഞിട്ട് ബാപ്പാനെയും ഉമ്മാനെയും ധിക്കരിച്ചിട്ട് അവന്റെ ചുറുക്കും പവറും പത്രാസും കണ്ടിട്ട് മതത്തെ പരിത്യാഗം ചെയ്യരുതേ. മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒളിച്ചോടരുതേ. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സ്റ്റാറ്റസും ചൊറുക്കും കണ്ടിട്ട് ചെറുപ്പക്കാരാ, അള്ള തന്ന വലിയ നിയമത്താകുന്ന ഇസ്ലാമിനെ ബലി കഴിച്ചിട്ട് ആ പെണ്ണിന്റെ പിന്നാലെ കൂടി ജീവിക്കാമെന്ന് കരുതിയിട്ട് ഇസ്ലാമിനെ പരിത്യാഗം ചെയ്യരുത്. ഒരു പ്രലോഭനത്തിന് വഴങ്ങുന്ന ഈമാനാകരുത്, പ്രകോപനത്തിന് വിധേയപ്പെടുന്ന ഈമാനാകരുത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ കണ്ടില്ലേ? ശക്തമായ ശിക്ഷ കിട്ടിയിട്ടും മാറ്റമില്ല. ആണി തറക്കുമ്പോഴൊക്കെ മഹദി പറയുന്നുണ്ട്, അഹദ് അഹദ് അല്ലാഹു അഹദ്, അഹദ് അഹദ് അല്ലാഹു അഹദ്. എത്ര ശിക്ഷിച്ചാലും കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത്. നല്ല സൗന്ദര്യവതിയായ ആസിയ ബീവിയുടെ ശരീരം മുഴുവനും നഗ്നയാക്കി മരുഭൂമിയിൽ കിടത്തിയിട്ട് ചൂടുള്ള ഇരുമ്പിന്റെ കഷ്ണങ്ങൾ പഠിപ്പിച്ചിട്ട് ആ ശരീരത്തിൽ ഇങ്ങനെ വേവിക്കാൻ തുടങ്ങി. അപ്പോഴാണല്ലോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ദ്വാർക്കുന്നത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. റബ്ബേ, ദുനിയാവിലെ കൊട്ടാരത്തിലല്ലേ ഞാൻ ജീവിച്ചത്, എനിക്ക് പാദസേജ ചെയ്യാൻ എത്ര ആളുകളുണ്ട്, എന്റെ ചെരുപ്പ് എനിക്ക് കഴുകേണ്ടതില്ല, എന്റെ വസ്ത്രം എനിക്ക് അലക്കേണ്ടതില്ല, എനിക്ക് ഭക്ഷണം കൈകൊണ്ട് കഴിക്കേണ്ടതില്ല, അതിനൊക്കെ തോടിമാരുണ്ട്, നാരിമാരുണ്ട്, പാറാവുകാരുണ്ട്, കുളിപ്പിക്കാൻ വരെ എനിക്ക് ആളുകളുണ്ട്, ഞാനൊരു രാജ്ഞിയല്ലേ. എന്നാലും നിന്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചല്ലോ. നിന്റെ ഭൂമിയിൽ വെച്ചല്ലേ എന്നെ തുല്യതയില്ലാതെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ എനിക്കൊരു സ്വർഗം നീ നിർമ്മിച്ചു തരണേ അല്ലാ. പ്രാർത്ഥന തീരുമ്പോഴേക്ക് അതാ അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുത്തു. ആസിയ ബീവി ചിരിക്കാൻ തുടങ്ങി. പിന്നെ വേദന അറിയില്ലല്ലോ. സ്വർഗത്തിന്റെ കവാടങ്ങളും ആസിയ ബീവിക്കുള്ള മണിമന്ദിരവും അതിലെ സുഖ സൗകര്യങ്ങളും അല്ലാഹു ഒതുക്കിയ അതിർപ്പങ്ങളും കണ്ടിട്ട് ചിരിക്കുമ്പോ ഫിർഔന് പറയാണ്, ഈ പെണ്ണിന് ഭ്രാന്താണ്, ഇത്ര ശിക്ഷിച്ചിട്ടും കണ്ടില്ലേ ചിരിക്കുന്നത്. അതേ ഭ്രാന്ത് നന്നായി പിടിച്ചിട്ടുണ്ട്. അവൻ കാണുന്ന ഭ്രാന്ത് എന്താണെന്നറിയോ? അവൻ അറിയാം വിശ്വാസത്തിന്റെ ഊക്കുകൊണ്ട് രക്ഷയാണ്. മാഷിത്ത ബീവിയെ ശിക്ഷിച്ചതുപോലെയല്ല. ആസിയ ബീവിയുടെ ശിക്ഷ കണ്ട് സഹിക്കാൻ കഴിയാത്ത ആളുകൾ ആസിയ ബീവിയോട് പതുക്കെ വന്നിട്ട് പറഞ്ഞു, ആസിയ, ഈമാനൊക്കെ കൽബിലല്ലേ, അത് മനസ്സിൽ വെച്ചിട്ട് മാവ് കൊണ്ടൊന്ന് പതുക്കെ ഫിർഔനെ സമ്മതിച്ചൂടെ? അല്ലാഹുവിനുള്ള ഈമാൻ മനസ്സിൽ വെച്ചിട്ടേ പുറത്തെന്ത് പറയാ? ഫിർഔനെ നീയാണ് ഇലാഹ് എന്ന് പറയുന്ന ഈ ശിക്ഷയെന്നൊന്ന് രക്ഷപ്പെടുന്ന തൽക്കാലം. ആസിയ ബീവി പറഞ്ഞു, വേണ്ട, എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല.
ഞാൻ എന്റെ ഈമാൻ പരസ്യമാക്കാൻ തീരുമാനിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്. മിണ്ടാതെ നിന്നാൽ കൊട്ടാരത്തിലാക്കി തന്നെയല്ലേ ഞാൻ. എനിക്കതിന്റെ ആവശ്യമില്ല. അല്ലാഹുവിലുള്ള വിശ്വാസം അങ്ങനെ പതുക്കെയാക്കി വെക്കേണ്ടതില്ല. അതേ, വീണ്ടും സ്വർഗം കണ്ടപ്പോഴാണ് ചിരിച്ചത്. ചിരിച്ചപ്പോ ഫിർഔന് പറഞ്ഞു, കല്ല് കൊണ്ടുവരൂ, പാറക്കല്ല് കൊണ്ടുവരൂ, ഈ പെണ്ണിന്റെ ഭ്രാന്തൊന്ന് ഞാൻ ശമിപ്പിക്കട്ടെ. പാറക്കല്ല് കൊണ്ടുവരാൻ പോകുമ്പോഴാണ് മഹദി ദുആ ചെയ്യുന്നത്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഫിർഔനിന്റെ ശിക്ഷയുടെ മൂർച്ച മാറുന്നില്ലല്ലോ. അവന്റെ പ്രവർത്തനത്തിൽ നിന്നും അവന്റെ സൈന്യത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ രക്ഷിക്കുക അല്ലാഹ്. അപ്പോഴേക്ക് അവിടുത്തെ ആത്മാവിനെ അല്ലാഹു സ്വർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. പക്ഷേ അരിശം തീരാത്തത് കൊണ്ട് ഫിർഔന് പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്നു. മഹദിയുടെ ശരീരത്തിൽ അതിൽ കയറിയിരുന്നു. പാറക്കല്ല് കയറ്റിവെച്ചു. വിശ്വാസരംഗത്ത് ഏറ്റവും വലിയ പരീക്ഷണം സഹിച്ചത് കൊണ്ട്, വിശ്വാസരംഗത്ത് ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം സഹിച്ച നേതാവാരാ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അതുകൊണ്ടാണ് ആസിയാ ബീവിക്ക് അല്ലാഹ് നാളെ സ്വർഗത്തിൽ മംഗല്യം ഒരുക്കിയത്. ആ മംഗലത്തിൽ കൂടാൻ അല്ലാഹ് തൗഫീഖ് തരട്ടെ. വിശ്വാസരംഗത്ത് ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശ്വാസരംഗത്ത് തീത്തുപ്പുന്ന അനുഭവങ്ങൾ അനുഭവിച്ച ആസിയാ ബീവിയെ അല്ലാഹ് ഇണയാക്കി കൊടുത്തു. ഖദീജ ബീവിന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തിൽ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖദീജ, എന്റെ 2 ഭാര്യമാരെ നീ സ്വർഗത്തിൽ കണ്ടാൽ അവർക്ക് എന്നൊരു സലാം പറയണം. അപ്പൊ ഖദീജ ബീവി ചോദിച്ചു, നബിയെ, എനിക്ക് മുമ്പ് തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, അതിപ്പോൾ പ്രപ്പോസ്ഡ് ആണ്, നടന്നിട്ടില്ല. അള്ളാഹു എനിക്കതിന്റെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ സൽക്കാരവും നടക്കുന്ന നാളെയാണ്. അള്ളാഹു എനിക്ക് ചേർത്തി തന്നിട്ടുണ്ട് 2 ഭാര്യമാരെ. ഞാൻ അവരോടുകൂടെ കഴിയുന്നത് സ്വർഗത്തിലാണ്. ഒന്ന് മറിയം ബീവിയാണ്, ഒന്ന് ആസിയ ബീവിയാണ് റളിയല്ലാഹു അൻഹുമാ. അവരെ കണ്ടാൽ നീ എന്തൊരു സലാം പറയണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോട് പറഞ്ഞു. ആ മംഗലത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നിങ്ങൾ നോക്ക്, വിശ്വാസരംഗത്ത് ഫിർഔനല്ല, ഫിർഔനും തോറ്റു, കൂടുള്ളവരും തോറ്റു. ആസിയ ബീവി റളിയല്ലാഹു അൻഹ രക്ഷപ്പെട്ടു. കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് എന്ത് ബോധ്യമാകും? ആ വിശ്വാസമാണ് ശരിയെന്ന് ബോധ്യമാകും. കാരണം തീ തുപ്പുന്ന അനുഭവങ്ങളല്ലേ കണ്ടത്. എന്നിട്ട് ഒരിക്കൽ പോലും വിശ്വാസരംഗത്തുനിന്ന് പിറകോട്ട് നിന്നിട്ടില്ല. ഞാൻ എന്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും എപ്പോഴും അത് പറയാറുണ്ട്. ചെറുപ്പക്കാരെ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അഴക് കണ്ടിട്ട് ഈമാൻ വലിച്ചെറിഞ്ഞു പോകരുത്. എത്ര വലിയ ടെക്നോളജി പഠിച്ചവരാണെങ്കിലും, എത്ര സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിലാണെങ്കിലും ഈമാൻ വിട്ട് കൂടുവിട്ട് പറന്നു പോകരുത്. പെൺകുട്ടികളെ, അതിനുവേണ്ടി ഒരുക്കം തന്നെ തുടങ്ങരുത്. അത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് ഒരു ചരട് വലിക്കരുത്. വിശ്വാസമാണ് ഏറ്റവും വലുത്. ഒന്നുകൊണ്ടും അതിനെ വലിച്ചെറിഞ്ഞുകൂടാ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഈ ആളുകളൊക്കെ നാട്ടിൽ എന്താണ് ചെയ്തത്? അല്ലദീന തഗൗ ഫിൽ ബിലാദ്. 3 വിഭാഗം ജനങ്ങളെ പറഞ്ഞു. നല്ല ശരീരത്തിന്റെ ശക്തിയുള്ളവർ, നല്ല ആരോഗ്യമുള്ളവർ, അതേ രൂപത്തിൽ തന്നെ രാജാധികാരമുള്ളവർ, 3 കൂട്ടരും ഭൂമിയിൽ വലിയ അക്രമം ചെയ്തു. അക്രമം ചെയ്തപ്പോ കുറെ അക്രമങ്ങളൊക്കെ അല്ലാഹു തആല സഹിച്ചിട്ടുണ്ട്. അവര് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചാൻസ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു എത്ര വലിയ റഹ്മാനാ. നിങ്ങൾ നോക്കൂ, ഫിർഔനൊക്കെ അല്ലാഹു തആല എന്ന് നശിപ്പിക്കണം, എന്ന് നശിപ്പിക്കണം സഹോദരന്മാരെ. ഫിർഔനൊക്കെ അല്ലാഹു തആല എന്ന് നശിപ്പിക്കണം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പിറക്കുന്ന വിവരം ജ്യോത്സ്യന്മാരിൽ നിന്ന് കിട്ടിയിട്ട് അധികാരം പോകുമെന്ന് കണ്ടപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന 1 മാസം തികയാത്ത 20,000 കുഞ്ഞുങ്ങളെയല്ലേ വകവരുത്തിയത്. ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി അതിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയില്ലേ അതിനെ.
ഈ ഒരവസ്ഥയിൽ നിന്നിട്ടും അള്ളാന്റെ ഖലായിനെ തട്ടാൻ കഴിഞ്ഞില്ലല്ലോ, അള്ളാഹുവിന്റെ വിധിയെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വലിയ കാവലല്ലേ അല്ലാഹു തആല കൊടുത്തത്. അതേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനോട് വല്ല വിഷമവും തോന്നിയാൽ, അവര് വരുന്നു എന്ന് കണ്ടാൽ, അനിഖ്ദി ഫീഹി ഫിത്താബൂതി ഫഖ്ദി ഫീഹി ഫിൽ ലമ്മി ഫൽയുൽഖിഹിൽ ലമ്മു ബിസ്സാഹിലി യഖുദുഹു അദുവുല്ലി വഅദുവുല്ലാ. കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് നിങ്ങളങ്ങ് എറിഞ്ഞോളൂ നൈൽ നദിയിലേക്ക്. നിങ്ങൾക്ക് ആ കുട്ടിയെ പിന്നെ നമ്മൾ തിരിച്ചു തരും, ബേജാറൊന്നും ആകണ്ട എന്ന ഒരു നിർദ്ദേശം ഇൽഹാമിലൂടെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന് അല്ലാഹു നൽകി. ആ മാതാവ് അങ്ങനെ ചെയ്തു. അല്ലാഹു തആല പിന്നീട് തിരിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയിലേക്ക് തന്നെ മൂസാ നബിയെ മടക്കി കൊടുത്തു. കാരണം ആ കുട്ടിയെ ഒരു പെട്ടി ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട്. ആ പെട്ടിയെ നാരികളെല്ലാവരും കൂടിയിട്ട് ആസിയാ ബീവി റളിയല്ലാഹു അൻഹ കുളിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അതേ നീങ്ങി വരുന്ന പെട്ടി കൗതുകം കണ്ടപ്പോൾ അത് തുറന്നു നോക്കി. അതിലൊരു സുമുഖനായ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ആസിയാ ബീവി റളിയല്ലാഹു അൻഹ അതിനെ എടുത്തു. മുഖം നോക്കുമ്പോഴേക്ക് ആസിയാ ബീവിക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ആസിയാ ബീവി റളിയല്ലാഹു അൻഹ ഫിർഔനിനോട് പറഞ്ഞു, ലാ തഖ്തുലൂ, കൊല്ലരുത് കൊല്ലരുത്, ഖുർറത്തു ഐനിൻ ലീ വലക്, എനിക്കും നിനക്കും ഒന്ന് കൺകുളിർമയാകുന്ന കുഞ്ഞായി വളരട്ടെ. നിങ്ങൾക്ക് ഏതായാലും സന്താനങ്ങളില്ലല്ലോ, അതുകൊണ്ടൊരു കുട്ടിയായിക്കോട്ടെ, ഒന്നും ചെയ്യണ്ട. ആസിയാ ബീവി പറഞ്ഞതുപോലെ ഒരു വാക്ക് ഫിർഔനും പറഞ്ഞിരുന്നെങ്കിൽ ഫിർഔന് വിശ്വാസം ഉണ്ടാവുമായിരുന്നു. അതേ ഒരു കൺകുളിർമുള്ള കുട്ടി തന്നെയാണ് കൊല്ലണ്ടാത് തിരിച്ചിങ്ങോട്ട് ഫിർഔനും പറഞ്ഞിരുന്നെങ്കിൽ ഈമാൻ ഉണ്ടാകുമായിരുന്നു. ഫിർഔനെ പറഞ്ഞില്ല. ഫിർഔൻ ഇങ്ങനെ വീക്ഷിക്കാണ് ഓരോ ഘട്ടത്തിലും. ഇത് എതിരാളിയാകോ എതിരാളിയാകോ എന്ന് മനസ്സിലിങ്ങനെ ഉണ്ട്. പക്ഷേ ആസിയാ ബീവി റളിയല്ലാഹു അൻഹ വാക്കിന് ഫിർഔന് കീഴ്പ്പെട്ടു പോയി. അപ്പൊ സത്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ നെടുനായകത്വം വഹിച്ചത് ആസിയാ ബീവി റളിയല്ലാഹു അൻഹ. ആസിയാ ബീവിന്റെ ആ വാക്ക്, മനസ്സിൽ തട്ടുന്ന വാക്ക്, ഖുർറത്തു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂ, എനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമയായിക്കോട്ടെ, കൊല്ലരുത്. അതാണ് സത്യത്തിൽ ഫിർഔനോട് പിടിച്ചിരുത്തിയത്. കൊല്ലാൻ അവന് തോന്നിയില്ല, കഴിയാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ ഖലാ നടക്കണ്ടേ. ദിവസങ്ങളോളം മാറി മാറി ആ മിസ്രിന്റെ വിവിധ ഭാഗത്തിൽ നിന്ന് മുലയൂട്ടുന്ന ഉമ്മമാര് വന്നു. ഈ കുട്ടി ആരുടെയും മുലപ്പാല് സ്വീകരിക്കുന്നില്ല, വെള്ളം കൊടുത്തിട്ട് കുടിക്കുന്നില്ല. ശരീരം ക്ഷീണിച്ചു പോകുമെന്ന് പേടി തോന്നിപ്പോയി. അപ്പയാണ് മൂസാ നബിയുടെ സഹോദരിയോട് മാതാവ് പറഞ്ഞത്, ഓ പെണ്ണേ, നീ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കൂ, എങ്ങനെയുണ്ട് വിവരം. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ ഈ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു എന്ന് സംസാരം നടക്കുന്നുണ്ട്. അപ്പയാണ് അടുത്ത് ചെന്നിട്ട് പറഞ്ഞത്, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈതി യക്ഫുലൂനഹു ലകും വഹും ലഹു നാസിഹൂൻ. ഈ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റിയൊരു വീട്ടുകാരനെ ഞാൻ അറിയിച്ചു തരട്ടെയോ? സമ്മതമാണെങ്കിൽ കൊണ്ടുതരാം. ശരി, നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഫിർഔൻ പറഞ്ഞു. അപ്പയാണ് ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്. റബ്ബ് ചെയ്ത വാഗ്ദാനം സത്യമാണെന്നറിയാനും കൺകുളിർമയുണ്ടാവാനും മാതാവിലേക്ക് തന്നെ കുട്ടിയെ മടക്കി കൊടുത്തു. കൊട്ടാരത്തിന്റെ ഉള്ളിൽ താമസിക്കാനും പ്രത്യേക സംരക്ഷണം കൊടുക്കാനും ഫിർഔൻ ഉത്തരവിട്ടു. ആ പെണ്ണിന് വേണ്ടതൊക്കെ കൊടുക്കണം, മുലയൂട്ടുന്നതിന് കൂലിയും കൊടുക്കണം. മുലയൂട്ടുന്നതിന് കൂലി കൊടുക്കണം. സാധാരണ കൊടുക്കാറുണ്ടോ? കിട്ടാറുണ്ടോ? സാധാരണ ചോദിക്കാത്ത നമ്മൾ ഉമ്മമാർ നമ്മളോടുള്ള ഭാര്യമാരെ സ്നേഹം കൊണ്ട് ചോദിക്കാതിരിക്കാണ്. നല്ലോണം സഹകരിക്കണം അവരോട്. അഥവാ നല്ലോണം മസാലക്ക് അറിയുന്ന പെണ്ണാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഓരോ ദിവസവും 150 രൂപ തിരികെ തന്നെ കുടുങ്ങിയ വെച്ചു കൊടുക്കേണ്ടി വരും. നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിന് വേണ്ടി അവരങ്ങനെ ഒന്നും ചോദിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകാണ് സഹോദരിമാർ. അതുകൊണ്ട് നമ്മൾ അവർക്കും വേണ്ട ഒത്താശകളൊക്കെ ചെയ്യണം എന്ന് ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. മുലയൂട്ടുന്ന സഹോദരിമാരാകുമ്പോൾ അവരോട് കൂടുതൽ അനുകമ്പ വേണം.
കുട്ടികളെ സംരക്ഷിക്കുന്നവരോട് കൂടുതൽ സ്നേഹം വേണം. അപ്പോഴും അവരെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ വാക്ക് അവർക്ക് സന്തോഷത്തിന് കാരണമാകണം. ഇരിക്കട്ടെ, പറയുന്നത് ഒരു മുൻകോപമോ മുൻതൂക്കമോ ഇല്ലാതെ വളരെ ക്ലിയർ ആയി പറഞ്ഞാൽ മതി, എന്നാൽ കേൾക്കും. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ 2 വാക്ക് അവരിങ്ങോട്ട് പറയും, അതൊരു പെണ്ണാന്നുള്ളതൊക്കെ കൂട്ടിയാൽ മതി, അല്ലാതെ എതിർത്തിന്റെ ഭാഷയൊന്നും അല്ലാതെ അത് പൊതുവെ ഉണ്ടാകും. ഇനി അങ്ങനൊന്നും ഇല്ലാത്തൊരു പെണ്ണിന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ആരും കല്യാണം കഴിക്കില്ല, ഹൂർലിങ്ങളിൽ ആരെങ്കിലും ബുക്ക് ചെയ്തോളി. അല്ലാതെ ഇവിടെ നടക്കില്ല. ഇവിടെ 1 വാക്ക് 2 വാക്കൊക്കെ പറഞ്ഞു വരും. അതൊരു സ്വാഭാവികമായ അവസ്ഥയാണ്. അല്ലാതെ അത് അങ്ങനെ എതിർപ്പുണ്ടായിട്ട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. അതൊരു പെണ്ണൊക്കെ ആവുമ്പോ അങ്ങനെ ഉണ്ടാവും. 1 വാക്ക് 2 വാക്ക് ഏറെ പറയും, പൊതുവെ ഉണ്ടാകുന്നതാണ്. അതൊരു സ്വതസിദ്ധമായ ഒരു ശൈലിയാണ്, വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ വെച്ചു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നബി തങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. 9 ആൾ സംസാരിച്ച കുറച്ചൊക്കെ ഒരു വർത്താന ഒച്ചപ്പാടുണ്ടാവില്ലേ, കുറച്ചൊക്കെ വലിയ ഒച്ചപ്പാടല്ല, ഇങ്ങനെ ചുറ്റും കൂടി വർത്താനം പറയാം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപാടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഒക്കെ പോയി അകത്തേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് സലാം പറഞ്ഞു കയറുമ്പോ ഒരു ശബ്ദവുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വരുമ്പോ ചെറിയൊരു ഒച്ചയൊക്കെ കേട്ടിരുന്നല്ലോ ഇവിടുന്ന്. അതാരുമല്ല, അത് ഈ ഉമ്മമാരിങ്ങളെ ഉമ്മമാര്, ലോക മുഅ്മിനീങ്ങൾ ഉമ്മമാരല്ല, അവരെല്ലാരും കൂടി സംസാരിച്ചതാണ്. അല്ല, ഞാൻ വന്നപ്പോ മുഴുവൻ അവരകത്തേക്ക് പോകാൻ. അപ്പൊ ഒരു സഹോദരി, നമ്മുടെ ഒരു ഉമ്മ ഉള്ളെന്ന് പറഞ്ഞു, ഉമറേ നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്, നിങ്ങളെ ഞങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഉള്ളിലേക്ക് വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം കൂടി. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ അവർ എന്നെ പേടി എന്ന് പറഞ്ഞത്, നിങ്ങൾ എന്നെയാണോ പേടിക്കേണ്ടത്? അള്ളാന്റെ റസൂലല്ലേ പേടിക്കേണ്ടത്? അല്ല ഉമറേ, നിങ്ങളെ പേടിയാണ്. കാര്യം എന്താണെങ്കിലും ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മാറാനുള്ള കാരണം എന്താ? നിങ്ങളെ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയല്ല, ബഹുമാനത്തിന്റെ പേടി. ഹൈബത്ത് എന്ന് അറബിയിൽ പറയും, ബഹുമാനത്തിൽ ചാലിച്ച പേടിയാണ്. റളിയല്ലാഹു അൻഹു പിന്നെ ഇങ്ങനെ ചൂടാകാൻ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ നിങ്ങൾ വിഷമിക്കണ്ട, അത് നിങ്ങൾക്കുള്ള ഒരു ബഹുമാനാണ്. നിങ്ങളൊരു വഴിക്ക് വന്നാൽ ശൈത്താൻ മറ്റൊരു വഴിക്ക്. ഇദാ സലക്ത ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ആഖർ. ശൈത്താൻ വരെ നിങ്ങളെ പേടിയാവും വരെ. അത് അല്ലാഹു നിങ്ങൾക്ക് തന്നൊരു ബഹുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കരുതണ്ട. നിങ്ങൾ കണ്ടില്ലേ ഭാര്യമാര് നബി തങ്ങളെ ഹദ്റത്തിൽ വെച്ചും പറഞ്ഞു, അങ്ങനെ പറയവര്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനം പറയാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾ ചെറിയൊരു സൗന്ദര്യപ്പിണക്കുണ്ടായി. വലുതല്ല, ചെറുത്. ചെറിയ സൗന്ദര്യപ്പിണക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ നീണ്ടുപോകാൻ പാടില്ല കേട്ടോ, വേഗം തീർക്കണം. ചെറിയ സൗന്ദര്യപ്പിണക്കുണ്ടായപ്പോ ചർച്ച കേൾക്കേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു ഒരു മസ്ലഹത്തിന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആയിഷ ബീവിയോട്, ആദ്യം നബി തങ്ങൾ പറഞ്ഞോട്ടല്ലേന്ന്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാക്കൊക്കെ ഏറെ വരും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പറയാൻ ആദ്യം പറഞ്ഞോട്ടെ, പക്ഷെ ഉള്ളതേ പറയാവൂന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ അടി കൊടുത്തു. സിദ്ദീഖ് തങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ഹബീബിനോടല്ലേ പറയുന്നത്, പറയാൻ പറഞ്ഞോട്ടെ, ഉള്ളതാണ് ഉള്ളത് മാത്രമേ പറയാവൂന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചപ്പോഴേക്ക് ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയല്ല കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാണ്. സിദ്ദീഖേ നിങ്ങൾ അടിക്കണ്ട, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല. നമ്മളാണെങ്കിൽ എന്താ പറയാ, രണ്ടുടി കിട്ടട്ടെ എന്നാലേ പാഠം പഠിക്കുള്ളൂ എന്ന് പറയും അല്ലേ? ഒന്നൊന്നും പോരാ. അങ്ങനല്ല, മനസ്സിൽ ശരിക്കും മഹബത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. യഥാർത്ഥ മഹബത്താണെങ്കിൽ അല്ലാഹുവിന്റെ നിങ്ങൾ അടിക്കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചിട്ട് കുഴപ്പമില്ല, മകൾ അത് പഠിപ്പിച്ചല്ലേ വാപ്പ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളാൻ കഴിയോ വാക്ക്? നിങ്ങൾ നോക്കൊരു വാക്ക് ഏറെ അത് അവരെ ഭാഗത്തുനിന്ന് വരും. ചില ആൾക്കാർ ചിന്തിക്കും അങ്ങനെ, അങ്ങനൊന്നും പറയാൻ പാടില്ല, ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് സഹോദരിമാർ നന്നായിട്ട് പറയണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവരും നിയന്ത്രിക്കണം, പൊരുത്തുള്ള നല്ല വാക്കുകൾ പറയും. ഒരു വാക്ക് ഏറെ വരും, അതൊരു പ്രകൃതി എന്ന രൂപത്തിൽ കൂട്ടിയാൽ മതി. ഒരു എതിർപ്പിന്റെ ഭാഷയല്ല, അത് വെറുപ്പിന്റെ ഭാഷയാണ്. അതിന് ആ രൂപത്തിൽ പ്രതികരിച്ചാൽ മതി, ആ കുഴപ്പമൊന്നും ഉണ്ടാകും. അതിപ്പോ സന്തോഷങ്ങൾ പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി ഒക്കെ പ്രതികരിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ത് പറയും നോക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്ന് വിശ്രമിക്കാൻ ഇരുന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൻ നിസാഅ ശയാതീനുൽ ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. ഈ പെണ്ണുങ്ങളൊക്കെ ശൈത്താന്മാരാ, അല്ലാഹ് നമുക്ക് വേണ്ടി ഓലങ്ങനെ പഠിച്ചുന്നേ ഉള്ളൂ. ഇത് പറഞ്ഞു തീരുമ്പോഴേക്ക് അടുക്കളയെന്ന് മറുപടി.
നല്ല മറുപടി, ഉശിരൻ മറുപടി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നൻ നിസാഅ റയാഹീനുൻ ഖുലിഖ്ന ലക്കും വകുല്ലുക്കും തഷ്തഹി ശമ്മർ റയാഹീനി. സ്ത്രീകൾ റൈഹാൻ പുഷ്പങ്ങളാണ്, കണ്ടാൽ ആരും ഒന്ന് മണക്കാൻ ആസ്വദിക്കുന്ന റൈഹാൻ പുഷ്പങ്ങളാണ്. അലി റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. കാരണം ആ പറഞ്ഞതിന് ശരിക്കുള്ള മറുപടി ഒരു വാക്ക് പോലും മാറാതെ അങ്ങോട്ട് കൊടുത്തു. കണ്ടോ നിങ്ങൾ, അതൊക്കെ ഒരു രസത്തിൽ ചാലിച്ച സംസാരമാണ്, ഒരു സന്തോഷത്തിൽ ചാലിച്ച. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിന്റെ അർത്ഥം പെണ്ണുങ്ങളൊക്കെ ചെയ്താമാരാന്നല്ല, അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ത് പ്രതികരിക്കും അത് നോക്കാനാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാ ചില വിഷയങ്ങളൊക്കെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ഒന്ന് ചോദിച്ചതുണ്ട്. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ഏറ്റവും നല്ല പെണ്ണ് ആരാ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ആരും മിണ്ടിയില്ല. അലി റളിയല്ലാഹു അൻഹു വേഗം പോയിട്ട് ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഏറ്റവും നല്ല പെണ്ണാരാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇങ്ങോട്ട് ഒരു അന്യപുരുഷനും കാണരുതെന്നും അങ്ങോട്ട് ഒരു അന്യപുരുഷനെയും കാണാൻ ആഗ്രഹമില്ലാതെ ജീവിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. എങ്ങനെ 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 ഇങ്ങോട്ട് വന്നിട്ടൊരു അന്യപുരുഷനും എന്നെ കാണരുത്, അങ്ങോട്ടൊരു അന്യപുരുഷനിലേക്ക്, ഭർത്താവല്ലോ ഭർത്താവിനെ കാണാൻ പറ്റും, അന്യപുരുഷനിലേക്ക് കാണാൻ കൊതിയില്ലാതെ സൂക്ഷ്മതയിൽ ജീവിക്കുന്ന പെണ്ണാണ്. ആ മറുപടി നേരെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ ചോദിച്ചു, ഇതാരാ പറഞ്ഞെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു ധാരാ പറഞ്ഞത് ഫാത്തിമ ബീവി പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞതാക്ക ഈ വാപ്പന്റെതാണ് ആ മോള് എന്നും പറഞ്ഞു. ഈ വാപ്പന്റെതാണ് ആ മോള്, പിന്നെ എങ്ങനെ പറയാതിരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കി, ആ ഇൽമിന്റെ വഴിയും ആ സന്തോഷത്തിന്റെ വഴിയും ഒക്കെ സ്വീകരിച്ചിട്ട് ആ രൂപത്തിലുള്ള സ്നേഹമസരണമായ പെരുമാറ്റമാകണം എന്ന് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് മുലപ്പാല് കൊടുത്തതിന് ഫിറൗൻ കൂലി അടക്കം കൊടുത്തു. കൂലി കൊടുക്കാണ്. ഇതാണ് മാതാവ് എന്നറിയോ? ഫിറൗൻ അറിയില്ല, കൊട്ടാരത്തിൽ ആർക്കും അറിയില്ല ഇതാണ് ഈ കുട്ടിന്റെ മാതാവ്. പക്ഷെ എല്ലാവർക്കും ഒന്നറിയും, ഈ കുട്ടികളെ പോറ്റാൻ, മുലയൂട്ടിയിട്ട് ഏത് കുട്ടിയെയും സ്വീകരിക്കാൻ ഈ പെണ്ണിന് നല്ല കഴിവുണ്ട്. അതെങ്ങനെ അറിയും? കാരണം ആ കൊട്ടാരത്തിൽ ഒരാഴ്ചക്കാലം മിസ്രിലെ മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ നിന്നെ മുലപ്പാൽ മൂസാ നബി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ അടുത്ത് മൂസാ നബി തിരിച്ചളി, ഒരൊറ്റ ഒരു തുള്ളി പാല് കുടിക്കണ്ടേ? ഈ പെണ്ണിന്റെ കയ്യിലേക്ക്, ഉമ്മാന്റെ കയ്യിലേക്ക് കിട്ടി, മാറോട് അടച്ചു വെച്ചു, മുലയൂട്ടി കൊടുത്തു, സുഖമായി കുടിക്കുന്നു, ഒരു പ്രശ്നമില്ല. നിങ്ങൾ നോക്ക്, അല്ലാഹു തആലയുടെ ഖളായ വിധാ നടക്കുന്നത്. അപ്പൊ ആ വിഷയത്തിന് സാക്ഷിയായതും സഹായിച്ചതും ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഇവര് മൂന്ന് തരം ആളുകൾ അല്ലാഹു പഠിപ്പിച്ചല്ലോ. ആദ് സമൂഹം, സമൂദ് സമൂഹം, ഫിർഔൻ എന്ന രാജാവ്. ഇവര് എന്താണ് ചെയ്തത്? ഫഅക്സറൂ ഫീഹൽ ഫസാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. അല്ലാഹുവിന്റെ നാടുകളിൽ ഇവര് നല്ലത് ചെയ്യുന്നതിന് പകരം വൃത്തികേട് ചെയ്തു. അതേ, അക്രമം ചെയ്തു, അക്രമം അധികരിപ്പിച്ചു. പരിധി വിട്ടപ്പോഴാണ് അള്ളാഹുവിനെ ശിക്ഷിക്കുന്നത്. കുറെയൊക്കെ അള്ളാഹു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാണ്, നന്നായിക്കോട്ടെ നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ബനൂ ഇസ്രായേലുകാർക്ക് വിശ്വസിക്കാൻ വേണ്ടി 9 ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകിയില്ലേ? അത് ശരിക്ക് കണ്ട ആളല്ലേ ഫിർഔൻ, മനസ്സിലാക്കിയ ആളല്ലേ ഫിർഔൻ. മടങ്ങാമായിരുന്നല്ലോ, മടങ്ങിയിട്ടില്ലല്ലോ. തീരെ മടങ്ങാതെ ഇലാഹാണെന്ന വാദവും റബ്ബാണെന്ന വാദവും മുറുകെ പിടിച്ചിട്ട് ഫിർഔൻ മൂസാ നബിയെയും കൂട്ടരെയും കൊല്ലാൻ വേണ്ടിയുള്ള മുഴുവൻ ശ്രമങ്ങളും നടത്തിയപ്പോ മൂസാ നബിയോടും കൂട്ടരോടും വിശ്വാസികളോടും അല്ലാഹു തആല സുബ്ഹിന്റെ മുമ്പ് അത്തായത്തിന്റെ നേരത്ത് മിസ്ർ വിട്ടിട്ട് പോകാൻ അല്ലാഹു കൽപ്പിച്ചു. നിങ്ങൾ അങ്ങ് പോയിക്കോളൂ, നൈൽ നദിയും ഖൽസൻ നദിയും മുറിച്ച് കടന്നോളൂ. അവരതാ നദിയുടെ തീരത്തെത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, മൂസാ നബിയേ, നേരെ പിന്നാലെ ശത്രുക്കൾ എത്തിയല്ലോ, അവര് നമ്മളെ പിടികൂടുമല്ലോ. മൂസാ നബി പറഞ്ഞു, കല്ലാ,
പേടിക്കേണ്ടതില്ല. എനിക്കെന്റെ റബ്ബിന്റെ സഹായമുണ്ട്, റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അപ്പോഴല്ലേ അള്ളാഹു പറഞ്ഞത് മൂസാ നബിയെ, ആ മുഅ്ജിസത്തിന്റെ വടി ഉണ്ടല്ലോ കയ്യില്, ആ വടി കൊണ്ട് ആ സമുദ്രത്തിലൊന്ന് അടിക്കൂ. അടിച്ചപ്പോഴാണല്ലോ വലിയ മല കൂടി നിൽക്കും പോലെ അതാ ഉണങ്ങിയ വടി തുറന്നു. ഒരു അടിയെ അടിച്ചിട്ടുള്ളൂ. 12 ഗോത്രങ്ങൾക്ക് പോകാൻ 12 വടിയാണ് അല്ലാഹു തുറന്നു കൊടുത്തത്. ഉണങ്ങിയ വഴി എന്നാണ് സൂറത്തു ത്വാഹയിൽ അല്ലാഹു ഇതിനെ പറ്റി പറഞ്ഞത്. ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ, പൂണ്ടുപോകൂല, ചളിയായി പോകൂല. അവരങ്ങ് കടന്നപ്പോൾ അവരെ പിന്നാലെ ഫിറൗൻ വന്ന് പിടികൂടാൻ അവന്റെ കൂടെയുള്ള ആളുകളും വന്നു. ഏകദേശം അവരൊന്നായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറി നിന്നിരുന്ന മല പോലെ മാറി നിന്നിരുന്ന വെള്ളക്കെട്ടുകളെ അവരെ മേൽക്കങ്ങ് കൂട്ടിക്കൊടുത്തു. അങ്ങനെ അവരങ്ങ് മുങ്ങി നശിച്ചു. അതൊക്കെ പറ്റിയല്ലേ അല്ലാഹു പറഞ്ഞത്, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ആദ് ഗോത്രക്കാരെ അല്ലാഹു നശിപ്പിച്ചത് കാറ്റടിച്ചിട്ടാണ്. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാം. 7 രാവും 8 പകലും കാറ്റ് നിരന്തരമായി അടിച്ചിട്ട് നിങ്ങൾ നോക്ക്, അവരിങ്ങനെ വീണ് കിടക്കുമ്പോ അന്നഹും ആജാസു നഖ്ലിൻ ഖാവിയ, നല്ല നീളമുള്ള മരങ്ങൾ കടപഴകി വീണ അങ്ങനെ ഉണ്ടാവും. അതിന് നീളത്തിലുണ്ട്. നല്ല നീളമുള്ള ഈത്തപ്പന മരങ്ങൾ വീണാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. മുഴുവനും പോയി ഒറ്റൊന്നും ബാക്കിയാക്കാതെ അത്ര വൻമരങ്ങളായ ആളുകളെ നശിപ്പിക്കാൻ റബ്ബിനൊരു കാറ്റ് മതി, കൂടുതലൊന്നും വേണ്ട. സമൂദ് ഗോത്രക്കാരും മല തുറന്നവരല്ലേ, അവരല്ല നശിപ്പിച്ചത് അട്ടഹാസം കൊണ്ടല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടൊന്ന് ഒച്ച വെച്ചു. അവരതാ ഫഅഖദതുഹുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിൻ ജാസിമീൻ. ഒന്നനങ്ങാൻ കഴിയാതെ ഇരുന്ന ഇരിപ്പിലങ്ങ് നിർജീവികളായി മാറി. അവരെ നശിപ്പിച്ച നാടാണ് ഹിജ്ർ നാട്. ഹിജ്ർ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോയപ്പോ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ശത്രുക്കളെ അല്ലാഹു നശിപ്പിച്ച നാടാണ്, ഈ നാട്ടിൽ ഇവിടെ താമസിക്കാൻ പറ്റൂല. ഫഇന്നകും ഫീ വാദിൻ മൽഊൻ, ശപിക്കപ്പെട്ട മലഞ്ചെരുവിലാ നിങ്ങളുള്ളത്, പെട്ടെന്ന് നടക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മുണ്ട് ഇങ്ങനെ തലയിലൂടെ ഇട്ടു, മുഖം മറച്ച രീതിയിൽ സ്പീഡിൽ നടന്നുപോയി. തബൂക്കിലേക്ക് പോകുമ്പോ നബി തങ്ങൾ പറഞ്ഞിരുന്നു, ഹിജ്ർ നാട്ടിൽ നിന്ന് ഒരൊറ്റ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കരുത്, വെള്ളം കുടിക്കരുത്. അതേ കുറച്ച് സഹാബിമാര് പെട്ടെന്ന് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അവർ കേട്ട പൗതി കേൾക്കാത്തത് പൗതി വെള്ളം കോരി. വെള്ളം കോരിയിട്ടതാ അവര് പത്തിരി ചുടാൻ വേണ്ടി പൊടി കുഴച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറഞ്ഞു, പറ്റൂല, അക്കുഴച്ച പൊടി ഒഴിവാക്കണം, ആ വെള്ളം ഒഴിച്ചു കളയണം. ശത്രുക്കളെ അല്ലാഹു നശിപ്പിച്ച സ്ഥലമാണ്, ഇവിടെ സുഖിക്കാനോ വെള്ളം കുടിക്കാനോ ഒരു നിലക്കും പാടില്ല. പെട്ടെന്ന് ഇവിടെ നിന്ന് യാത്ര പോകണം, ഇവിടെ താമസിക്കാൻ പോലും പറ്റൂല. അല്ലാഹു ശിക്ഷ ഇറക്കിയ സ്ഥലല്ലേ, അല്ലാഹു ശിക്ഷ ഇറക്കിയ സ്ഥലത്തൊക്കെ താമസിക്കാനാണ്. എങ്ങനെയാണ് അവിടുത്തെ വെള്ളം കുടിക്കുക? എങ്ങനെയാണ് ആ വെള്ളം മൃഗങ്ങൾക്ക് കുടിപ്പിക്കുക? അതുകൊണ്ട് ഒന്നും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹു തആല അവർക്ക് മേൽ ശിക്ഷയെ ചൊരിച്ചു. വെള്ളം ചൊരിക്കുന്നതിനാണ് സബ്ബ എന്ന് പറയുക. ചൊരിച്ചു കൊടുത്തു സൗത അദാബ്. അറബിയിൽ സൗത്ത് എന്ന് പറഞ്ഞാല് സീന് വാവ് ത്വാ, ചാട്ടവാറ് എന്നാണ് ശരിക്കതിന്റെ അർത്ഥം. എന്താണ് ഇങ്ങനെ പ്രയോഗിക്കാൻ കാരണം എന്നറിയോ? സദാസമയത്തും നിലനിൽക്കുന്ന ശിക്ഷയാണല്ല കൊടുത്തത്. ശിക്ഷക്കൊരവസാനമില്ല.
വർഷങ്ങളോളം ഖൽസം നദിയിൽ മുങ്ങിപ്പൊങ്ങിയ ശരീരമല്ലേ ഫിർഔനിന്റെ ശരീരം. ഒരു മത്സ്യവും കൊത്തിയിട്ടില്ല, ഒരു ഞണ്ടും കടിച്ചിട്ടില്ല, ഒരു തവളയും കുത്തിയിട്ടില്ല, ഒരൊറ്റ തിമിംഗലവും വിഴുങ്ങിയിട്ടില്ല. ആ ശരീരത്തെ ഇന്ന് ഈജിപ്തിലെ മ്യൂസിയത്തില് റോയൽ മമ്മി ഹാളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ശരീരം കിടക്കുന്ന സ്ഥലത്ത് റൂമിൽ AC ഉണ്ട്. വരുന്നവർക്കാണ് AC. ഫിർഔനും കുടുംബത്തിനും ശിക്ഷയാണ്. അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ. 24 മണിക്കൂറും നരകശിക്ഷ തന്നെ. ഖിയാമത്ത് നാളായാലോ അല്ലാഹു അവരോട് പറയും, അദ്ഖിലൂ ആല ഫിറൗന അശദ്ദൽ അദാബ്. നേരത്തെ അനുഭവിച്ചതിനേക്കാളും കഠിനകഠോരമായ ശിക്ഷയിലേക്ക് കടന്നോളൂ. ഇപ്പയും ശിക്ഷയുണ്ട്. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് നമുക്ക് കാണാനും നമ്മുടെ കണ്ണുകൊണ്ട് കർണപട കൊണ്ട് കേൾക്കാനുമുള്ള സൗകര്യം അല്ലാഹു മറച്ചു വെച്ചു എന്ന് മാത്രം. ഞങ്ങൾ അവിടെ പോയപ്പോ സിയാറത്തിന്റെ കൂട്ടത്തിലാണ് ചോദിച്ചു, ഉസ്താദേ എന്ത് ശിക്ഷ, AC റൂമല്ലേ? അപ്പുറത്തുള്ള ഫിറൗനുകളൊക്കെ, അപ്പുറത്ത് കുറെ ഫറവോമാരുണ്ട്, അവരെ ശരീരത്തിലൊക്കെ കുറെ കഷ്ണം ചുറ്റിയിട്ട് അത് 2-3 ദിവസം കഴിയുമ്പോ ആ തേക്കുന്ന പൊടി വീണ്ടും തേച്ച് പിന്നെയും ചുറ്റി കൂട്ടി വെക്കും. ഫിറൗനിന്റെ ശരീരത്തിൽ ഒന്നും ചുറ്റി വെച്ചിട്ടില്ല, ഒരു തുണി അങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. നേർച്ച മുടി വരെ കാണാനുണ്ട്, ചെറിയ പല്ലും നഖമൊക്കെ എപ്പോഴും കാണാനുണ്ട്, ഒന്നും ആയിട്ടില്ല. അത് കറാമത്തിന് ബാക്കിയാക്കിയതല്ല. പിന്നെയും പിൽക്കാലത്ത് കുറെ നരഭോജികൾ വരും, കുറെ ആളുകളെ കൊന്നു തിന്നുന്ന ഈ ബഷാർ അൽ-അസദിനെ പോലത്തെ കുറെ ആൾക്കാർ, അവർക്കൊരു പാഠമാകാൻ വേണ്ടി അല്ലാഹു തആല ബാക്കി വെച്ചതാണ്. നിന്റെ ശരീരത്തെ ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെക്കും, നിന്റെ പിറകിൽ വരുന്ന ആളുകൾക്ക് നീ ഒരു പാഠമാകണം, ദൃഷ്ടാന്തമാകണം. ജനങ്ങളെ കൊന്നു തിന്നുന്ന ആളുകൾ വരും, അവർക്ക് നീ ഒരു പാഠമാകാനാണ്. 4.5 മുഴയുള്ളൂ. ഫിറൗനും കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അങ്ങോട്ട് തെറ്റുണ്ടെന്നോ. 4.5 മുഴയുള്ളൂ, ഒരു ചെറിയ വലിപ്പമുള്ള ചക്കാരിയാ. അവനാണ് ഈ കണ്ട ഈ അതിക്രമങ്ങളൊക്കെ ചെയ്തത്. ഈ ആസിയ ബീവിയും മാഷിത ബീവിയൊക്കെ നിർദാക്ഷിണ്യം ഈ രൂപത്തിൽ കൊന്നുകളഞ്ഞ ഫിർഔൻ. എത്ര ശരീരത്തിന്റെ ആരോഗ്യവും എത്ര രൂപത്തിൽ അവന് കഴിവും എത്ര രൂപത്തിൽ സ്വാധീനം ഉണ്ടായിരുന്നു. മിസ്ർ മാത്രം അടക്കി ഭരിച്ചു എന്നുള്ളതല്ല, വലിയ സ്വാധീനമല്ലായിരുന്നു ഫിർഔന്. ആ ഫിർഔനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പാഠം പഠിപ്പിച്ചെങ്കിൽ ധിക്കാരികൾക്ക് എന്നും പതനമാണെന്ന് എല്ലാവരും ഓർക്കണം. അതിനാണ് മനുഷ്യന്മാരെ ഈ ചരിത്രം അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഈ 3 ആളുകൾ നിങ്ങൾ നോക്ക്, ഒന്ന് നല്ല ആരോഗ്യവാന്മാരാണ്, നീളമുള്ളവര്, മറ്റുള്ളവര് നല്ല ആരോഗ്യമുള്ളവര്, വേറൊന്ന് ഭരണരംഗത്ത് കഴിവുള്ളവര്. 3 തരത്തിലാണല്ലോ കഴിവ്. ഈ 3 കഴിവും ഉള്ള ആളുകളെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്, പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഫജ്ർ നമ്മോടൊരു വാണിംഗ് നടത്തുകയാണ് അല്ലാഹു തആല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അവരങ്ങനെ നശിപ്പിച്ചിട്ട് അല്ലാഹുക്ക് കഴിവൊക്കെ തീർന്നുപോയി എന്ന് കരുതണ്ട. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇപ്പന്റെ അല്ലാഹ് നശിപ്പിക്കാത്തത് എന്നും നീ ചോദിക്കണ്ട, നിന്റെ രക്ഷിതാവ് നിരീക്ഷണത്തിലാണ്. നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു തആല. ആ നിരീക്ഷണത്തിൽ ഒരു കുറവില്ല. എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണം അസ്തമിക്കുന്ന ഒരു സമയം ഇല്ല. ലോകത്തെ ഏത് സാറ്റലൈറ്റുകൾക്ക് തകരാറ് വന്നാലും, ഏത് റഡാർ സംവിധാനങ്ങൾക്ക് കുഴപ്പം വന്നാലും റബ്ബിന്റെ നിരീക്ഷണത്തിന് അവസാനമില്ല. അതിന് അവധിയുള്ളൊരു ദിവസം ഇല്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹ് സർവ്വതും കാണുന്നുണ്ട്, സർവ്വതും കേൾക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹ് നോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി അല്ലാഹ് വെളിവാക്കി തരാനുണ്ട്. നീതിപൂർവം അല്ലാഹ് വിധിക്കും. അർഹതപ്പെട്ട ആളുകൾക്ക് അർഹതയുള്ളത് അല്ലാഹു കൊടുക്കും. ആരെയും ആക്രമിക്കൂല, ആർക്കും ഉള്ളത് അല്ലാഹ് കുറക്കൂല. ഈ നിരീക്ഷണത്തിന് അല്ലാഹു നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വെച്ച് തന്നിട്ടാണ് അല്ലാഹ് നിരീക്ഷിക്കുന്നത്, വെറുതെ അല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുആദേ
ഇന്നൽ മുഅ്മിന ലദൽ ഹഖി അസീർ, യഥാർത്ഥ വിശ്വാസി സത്യത്തിന്റെ ഭാഗത്ത് അസീറുൻ ബന്ധിതനാണ്. സത്യം വിട്ടുപോകാൻ ഒരു മുഅ്മിന് കഴിയൂല. സത്യമേതാണോ അവിടെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. സത്യമല്ലാത്ത ആളുകളാണ് കൂടുതലെങ്കിലും മുഅ്മിനായ മനുഷ്യൻ സത്യത്തിന്റെ ഭാഗത്ത് എപ്പോഴും നിലപ്പുറപ്പിക്കും. യാ മുആദ് ഇന്നൽ മുഅ്മിന ലാ യസ്കുനു റൗഹു, മുഅ്മിനായ മനുഷ്യന്റെ ഉൾഭയം അടങ്ങൂല. വലാ യഅ്മനു ഇൽതിറാബുഹു, അവന്റെ മനസ്സിന്റെ ബേജാറ് ശമനമാകൂല. ഹത്താ യുഖല്ലഫ ജിസ്റു ജഹന്നമ, ജഹന്നമിന്റെ മേലിട്ടൊരു പാലണ്ടല്ലോ, ആ പാലം പിന്നിലായി കാണുന്നത് വരെ, പാലം കടന്നിട്ട് അക്കരെ എത്തുന്നത് വരെ ഒരു മുസ്ലിമിന് സമാധാനം ലഭിക്കൂല. മുഅ്മിനായ മനുഷ്യൻ അക്കരെ കടന്നിട്ട് പാലം കാണുമ്പോഴാണ് അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹ് നമുക്ക് ഭാഗ്യം തരട്ടെ. പാലം കടന്നിട്ട് ഇക്കരെ നോക്കിയിട്ട് പാലം ഇങ്ങനെ കാണുമ്പോഴാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സമാധാനം. അതുവരെ ബേജാറാണ്. കിതാബ് കയ്യിൽ വലം കയ്യിൽ കിട്ടിയാലും പിന്നീടും ബേജാറ് വരുന്നുണ്ട്. കിതാബിന്റെ ടെസ്റ്റ് നടത്തുന്നു, ആ ടെസ്റ്റിലും വിജയിച്ചു കുട്ടികളും പിന്നെയും ബേജാറ് വരുന്നുണ്ട്. മീസാനിട്ട് തൂക്കുമ്പോ മീസാനും രക്ഷപ്പെട്ടു എഴുതിക്കോളൂ, പിന്നെ ബേജാറ് വരുന്നുണ്ട്. സിറാത്തിന്റെ സവിധത്തിൽ വെച്ച് സിറാത്തിലും വിട്ട് കടന്നാലാണ് അവന്റെ സർവ്വ ബേജാറും തീരുക. ആ മൂന്ന് ഘട്ടങ്ങളിലും പരിഭ്രമത്തിന്റെ ഊക്കുകൊണ്ട് തങ്ങൾ പറഞ്ഞു ലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും ഒരാളെയും ഓർക്കൂല. ആയിഷ ബീവിനോട് പറയുമ്പോ ആയിഷ ബീവിനോട് പറയാണ്, ആയിഷ ബീവി ഞാൻ നിന്നെയും നീ എന്നെയും ഓർക്കാത്ത സന്ദർഭങ്ങളാണ്. ആയിഷ ബീവി ചോദിച്ചാ നബിയെ നിങ്ങളെ കുടുംബക്കാരല്ലേ വീട്ടുകാരല്ലേ ഞങ്ങള് ഭാര്യമാരല്ലേ ഞങ്ങളെ ഓർക്കൂലേ? ഓർക്കാത്ത സന്ദർഭം ഖിയാമത്ത് നാളുണ്ടോ? ഉണ്ട് ആയിഷ. സലാസത്തു മവാത്തിൻ, മൂന്ന് ഘട്ടങ്ങൾ. ഒരു ബാപ്പയും ഒരു മോനെ ഓർക്കൂല, ഒരു ഉമ്മയും ഒരു ഭർത്താവിനെ ഓർക്കൂല, അതുപോലെ തന്നെ ഒരു ഉസ്താദും ഒരു ശിഷ്യനെയും ഓർക്കൂല. ഒന്നാമത്തെ ഘട്ടം കിതാബിന്റെ വിതരണം നടക്കുമ്പോഴാണ്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. രണ്ടാമത്തെ ഘട്ടം അത് മീസാനിട്ട് തൂക്കുമ്പോഴാണ്. ഖനം തൂങ്ങി എന്ന ഒരു വിവരം കിട്ടുമ്പോഴല്ലാതെ മനസ്സിന് സമാധാനം വരൂല. സമാധാനം വന്നാലും സിറാത്ത് കാണുമ്പോഴേക്ക് മറന്നുപോയി. ആ സിറാത്തിന്റെ ഒരു തൂണും പിടിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാമത്തിന് ദ്വാരക്കുന്നുണ്ട്. എന്നാലും വിശ്വാസിക്ക് സമാധാനം വരണോ? ഹത്താ യുഖല്ലഫു ജിസ്റു ജഹന്നമ വഖൽഫ ളഹ്രിഹി, ജഹന്നമിന്റെ പാലം അവന്റെ പിന്നിലായി കാണുന്ന ഒരു രംഗം വരുന്നത് വരെ സമാധാനം കിട്ടൂല. സുഹൃത്തുക്കളെ, ഇവിടെ ഏറ്റവും വലിയ നീളമുള്ള പാലം, അതേ നടപ്പാലം കൈപിടിക്കാൻ സുഹൃത്തുക്കള് വരാം, കൂട്ടുകാര് വരാം, നാട്ടുകാര് വരാം. സിറാത്ത് വിട്ട് കൈയൊന്ന് പിടിക്കാൻ ഒരൊറ്റ മഖ്ലൂക്കും വരൂല. നമ്മളോടുള്ള അദമ്യമായ സ്നേഹം കാരണം ലോകത്തിന്റെ നേതാവ് അവിടെ പ്രാർത്ഥിക്കാറുണ്ട്. ബാപ്പ വരൂല അതിന്റെ തൂണ് പിടിച്ച് ദ്വാരക്കാൻ, ഉമ്മ വരൂല അതിന്റെ തൂണ് പിടിച്ച് ദ്വാരക്കാൻ, ഭാര്യ വരൂല അതിന്റെ തൂണ് പിടിച്ച് ദ്വാരക്കാൻ, സിറാത്തിന്റെ തൂണും പിടിച്ച് റബ്ബി സല്ലിം സല്ലിം റബ്ബി സല്ലിം സല്ലിം എന്ന് ഓരോരുത്തരും പാലം കടക്കുമ്പോ ഉമ്മത്തിനോടുള്ള അടങ്ങാത്ത ദയാവായ്പ കൊണ്ട് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരക്കുമ്പോ പാലത്തിൽ നിന്ന് താഴെ വീണാൽ കുടുങ്ങിപ്പോയില്ലേ? പരിക്ക് പറ്റിയിട്ടാണെങ്കിലും ശരി അക്കരെ എത്തുന്നവരിൽ അല്ലാഹ് നമ്മളെ സ്വീകരിക്കട്ടെ, ജഹന്നമിൽ അല്ലാഹ് കടത്താതിരിക്കട്ടെ. പിന്നെയും പറഞ്ഞു മുആദേ ഇന്നൽ മുഅ്മിന ഖൈദുൽ ഖുർആൻ, വിശ്വാസിയുടെ ചങ്ങല ഖുർആനാണ്. വിശ്വാസിയെ സർവ്വ വികാരങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ഖുർആനാണ്. വികാരങ്ങളിൽപ്പെട്ടവൻ നശിക്കുന്നതിൽ നിന്ന് അല്ലാഹ് അവന് കൂച്ചു വിലങ്ങിടുന്നത് ഖുർആൻ കൊണ്ടാണ്.
ഖുർആൻ എപ്പോഴും സ്വീകരിച്ചോളൂ, തെറ്റിൽ നിന്ന് കുറവ് കിട്ടും. ഖുർആനെ വല്ലാതെ സ്നേഹിച്ചോളൂ, മനസ്സിന് നല്ല സമാധാനം കിട്ടും, അനാവശ്യ ചിന്തകൾ കുറഞ്ഞു കിട്ടും. ഖുർആനുമായി തപസ്സിരുന്നോളൂ, മനസ്സിന്റെ ഒരുപാട് അനാവശ്യ വിചാരങ്ങൾക്കൊക്കെ ശമനം കിട്ടും. ഉസ്താദേ, എത്ര ആയിട്ടും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, വല്ല നിർദ്ദേശവും തരണമെന്ന് എത്രയോ ആളുകൾ പറയുമ്പോ കഴിവിന്റെ പരമാവധി ഖുർആൻ ഓതിക്കോ, കഴിവിന്റെ പരമാവധി ഖുർആൻ കേട്ടോ. ഖുർആനിന്റെ ഈണം കേൾക്കുന്നത് എന്നും ഹരം കണ്ടോ, എന്നാ നിന്റെ ഖൽബിന് അല്ലാഹു സ്വഫാ തരും, നിന്റെ ഖൽബിന്റെ കീടങ്ങൾ അല്ലാഹു മാറ്റിത്തരും. ഖുർആനുമായി നീ തീരെ ഒരു ടച്ച് ഇല്ലെങ്കിൽ നിസ്കാരത്തിലെ ടച്ച് പോരാ. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നിനക്കൊരു ടൈം പാസ് വേണോ, അത് ഖുർആനാണ്. ആ ഖുർആനുമായി അഭേദ ബന്ധം വിശ്വാസിക്കൊരു ചെങ്ങലയാണ്. അല്ലാഹ് ചെങ്ങല കൊടുത്തിട്ടുണ്ട്. ഫൽ ഖുർആനു ദലീലുഹു, ഖുർആൻ അവന്റെ വഴികാട്ടിയാണ്. വൽ ഖൗഫു മഹജ്ജതുഹു, ഖൗഫാണ് അവന്റെ ലക്ഷ്യം. വശൗഖു മതിയതുഹു, അനുരാഗം, അല്ലാഹുവിനെ അല്ലാഹുവിന്റെ ഹബീബിനെയും പ്രേമിക്കുക, സ്നേഹിക്കുക, അതവന്റെ വാഹനമാണ്. വസ്സലാത്തു കഹ്ഫുഹു, നിസ്കാരം അവന്റെ അഭയകേന്ദ്രമാണ്. വസ്സൗമു ജുന്നത്തുൻ, നോമ്പ് അവന്റെ പരിചയാണ്. വസ്സദഖതു ഫകാകുഹു, ദാനധർമ്മം അവന്റെ മോചനദ്രവ്യമാണ്. വസ്സിദ്ഖു അമീറുഹു, സത്യം അവനെ നയിക്കണം. വൽ ഹയാഉ വസീറുഹു, നാണം ലജ്ജയാണ് അവന്റെ സഹായി. ഏത് ദുഷ്കർമ്മങ്ങളിലേക്കും പ്രവേശിക്കാതിരിക്കാൻ ഒരു ഹയാ സഹായിയായിട്ട് വേണം. വറബ്ബുഹു അസ്സ വജല്ല മിൻ വറാഇ ദാലിക കുല്ലിഹി ബിൽ മിർസാദ്, ഇതൊക്കെ വെച്ച് തന്നിട്ട് അല്ലാഹു നിരീക്ഷണത്തിലാണ്. ഇതൊക്കെ അല്ലാഹു വെച്ച് തന്നു. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ എങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലാഹു നോക്കുകയാണ്. അതുകൊണ്ട് സൂറത്തുൽ ഫജ്റിലെ 14-ാമത്തെ വചനം എന്നും മനസ്സിൽ വേണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. കൂട്ടുകാരന്റെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോ, കൂട്ടുകാരിയുടെ കൂടെ ഇരുന്നിട്ട് സുഖിക്കുമ്പോ, അനാവശ്യങ്ങളിൽ അഭിരമിക്കുമ്പോ, ആരും കാണാത്ത ഒരു സ്ഥലം അനാവശ്യം കാണാൻ വേണ്ടി നോക്കുമ്പോ, നിന്റെ മനസ്സിലേക്ക് എപ്പോഴും തള്ളി വരേണ്ട ആയത്ത് സൂറത്തുൽ ഫജ്റിലെ 14-ാമത്തെ ആയത്താണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഏതെങ്കിലും ക്യാമറ വച്ചാൽ ക്യാമറ വരെ അടിച്ചു ഓടിക്കാൻ കഴിവുള്ള മനുഷ്യന്മാർ, CCTV വരെ തച്ചു തകർക്കാൻ കഴിവുള്ള മനുഷ്യന്മാർ, റബ്ബിന്റെ നിരീക്ഷണം മറക്കാൻ, അതിനൊരു മറ വെച്ചു കൊടുക്കാൻ ലോകത്തൊരു സൃഷ്ടിക്കും ഒരു കഴിവുമില്ലല്ലോ. അതുകൊണ്ട് നിന്നെയും എന്നെയും തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്, അതിന് കൂച്ചു വിലങ്ങ് ഏർപ്പെടുത്തേണ്ടത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, റബ്ബ് നിരീക്ഷണത്തിലാണ്. ആരും അറിയില്ലെന്ന ലാക്കാക്കിയിട്ട് നീ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഉപയോഗിക്കുന്നതും എഴുതുന്നതും പറയുന്നതും റബ്ബിന്റെ നിരീക്ഷണത്തിലുണ്ടെന്നുള്ളത് മറക്കരുത്. അങ്ങനെ പിന്മാറിയിട്ട് നന്നാവണം. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മുടെ സദസ്സ് അല്ലാഹ് ഖബൂലാക്കി തരട്ടെ. ബാക്കി വചനങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. നാളെയും മറ്റന്നാളുമാണ് നമുക്ക് ദിവസമുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പരിപാടി നടക്കും. ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അല്ലാഹു വലിയ ഭാഗ്യം ചെയ്യുമാറാകട്ടെ.